Praise God for bringing us to the last but one day of this convention of the Indian Pentecostal Church of Kottayam district. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭകളുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയായ ഈ കൺവെൻഷനിലെ അവസാന ദിവസത്തിന് മുൻപുള്ള ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Praise God, all that He has been teaching us through His servants from His word by the power of the Spirit during the last 4-5 days. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെ ദൈവാത്മാവിന്റെ ശക്തിയിൽ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. When we sit under the ministry of God's word, it is always important that we have an attitude of learning. ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാനായിട്ടിരിക്കുമ്പോൾ എപ്പോഴും പഠിക്കണമെന്നുള്ള ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. If we are not careful, we will unconsciously assume a know-it-all attitude. ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും അറിയണ്ട എന്നുള്ള ഒരു ചിന്താഗതി നാം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ഒരുപക്ഷേ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുവാൻ സാധ്യതയുണ്ട്. When you stop learning, you also stop growing. നിങ്ങൾ പഠനം നിർത്തുമ്പോൾ വളർച്ചയും അവിടെ നിൽക്കുകയാണ്. Repeatedly, Apostle Paul wrote to the youngsters of his day to grow in the knowledge of the Lord. പല പ്രാവശ്യം പൗലോസ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്ന് പറയുന്നുണ്ട്. Growth is a never-ending process. വളർച്ച എന്ന് പറയുന്നത് നിന്നു പോകുന്ന ഒരു വസ്തുതയല്ല. It never stops, even if you are 90 years old. നിങ്ങൾക്ക് 90 വയസ്സ് കഴിഞ്ഞാലും വളർച്ച അത് നിന്നു പോകുന്നില്ല. Especially we Pentecostal Christians, we normally think that we know it all. നമ്മൾ പെന്തക്കോസ്തുകാരാകുന്ന നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്കെല്ലാം അറിയാമെന്നാണ്. And we feel that we have attained what we are to attain. നാം ചെന്നെത്തേണ്ടുന്ന സ്ഥാനത്ത് നേടേണ്ടുന്നതെല്ലാം നാം നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുണ്ട്. And we compare it with our other traditional Christians and we say that we are better. മറ്റ് പാരമ്പര്യ ക്രിസ്ത്യാനികളുമായിട്ട് തുലനം ചെയ്ത് നമ്മെ നോക്കിയിട്ട് നാം പറയും അവരെക്കാൾ നാം നല്ലവരാണെന്ന് പറയും. But we should have the attitude of Paul, who said, not as if I have attained, but I press forward for the high calling of the Lord Jesus Christ. പൗലോസിനെ പോലെയുള്ള ഒരു മനോഭാവം ആയിരിക്കണം നമുക്കുണ്ടായിരിക്കുന്നത്. നേടി എന്നല്ല, ഞാൻ അതിനുവേണ്ടി ഓടുകയാണ്, വാഞ്ചിച്ച് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള ചിന്ത. Yesterday I spoke to you on how not to pray. ഇന്നലെ രാത്രി നിങ്ങളോട് ഞാൻ സംസാരിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ്. And I was telling you how unlearning is very important, even though it is more difficult than learning. വളരെ പ്രയാസമുള്ള കാര്യമാണെങ്കിലും പഠിക്കുന്നതിനേക്കാൾ പാടാണെങ്കിലും മുമ്പ് പഠിച്ച കാര്യങ്ങൾ അതെങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാമെന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. And one of the things I stressed yesterday was to how we should keep our hearts free from all hatred and bitterness if our prayer life should not be hindered before God. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവത്തിന്റെ മുൻപാകെ തടസ്സമില്ലാത്തതായി തീരുവാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് പകയും വിദ്വേഷവും കയ്പും ഒക്കെ മാറ്റി നമ്മുടെ ഹൃദയം വിശാലമാക്കേണ്ടതിനെ പറ്റി ഇന്നലെ രാത്രി നിങ്ങളോട് സംസാരിച്ചു. I want to dwell on that particular subject this morning within the 1 hour that is before us. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന 1 മണിക്കൂർ സമയം കൊണ്ട് ആ വിഷയത്തിൽ തന്നെ നിൽക്കുവാനായിട്ടാണ് ഇന്ന് പകൽക്കാലം ഞാൻ താല്പര്യപ്പെടുന്നത്. If I am frank in my statements, you should not get upset with me. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങൾ എന്നോട് പരിഭവിക്കരുത്. Because sometimes if we simply apply a balm on a wound without expressing the pus, the wound will never be healed. ഒരു മുറിവിൽ നിന്ന് പഴുപ്പ് മാറ്റിക്കളയാതെ പുറമേ നാം ചില മരുന്നുകൾ പുരട്ടിയാൽ അത് ഫലിക്കുകയില്ല. Now what the Church of Jesus Christ needs today is not a change of medication. മരുന്ന് മാറി മറ്റൊരു മരുന്ന് കൊണ്ടുവന്ന ചികിത്സയല്ല ക്രിസ്തീയ സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. I believe that the Church of the Lord Jesus Christ needs a radical surgery. ദൈവസഭയ്ക്ക് സമൂലമായി പരിവർത്തനം വരുത്തുന്ന ഒരു ശസ്ത്രക്രിയ തന്നെ ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Surgery is an ordeal and it is always more difficult. ശസ്ത്രക്രിയ എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, അത് വേദനയുള്ള കാര്യവുമാണ്. I have taken lots of medicines in my life for various ailments. പല അസുഖങ്ങൾക്കായിട്ട് പല മരുന്നുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. But in 1996 I had a bypass surgery. 96 എനിക്കൊരു ബൈപ്പാസ് സർജറി നേരിടേണ്ടി വന്നു. And everybody said the surgery will pass like a dream. ഒരു സ്വപ്നം പോലെ ശസ്ത്രക്രിയ കഴിഞ്ഞു പോകുമെന്ന് പലരും എന്നോട് പറഞ്ഞു. But only when you go through it you know whether it is a dream or an ordeal. നിങ്ങൾ അതിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ അതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ വേദനയുള്ളതാണോ എന്ന് മനസ്സിലാകത്തുള്ളൂ. But during the surgical period you should stay put on God's operating table. ദൈവത്തിന്റെ ഓപ്പറേഷൻ ടേബിളിൽ നിങ്ങൾ സ്വസ്ഥമായി കിടന്നു കൊടുക്കേണ്ടുന്നത് ശസ്ത്രക്രിയാ സമയത്ത് ആവശ്യമാണ്. I want
want to make a few statements before I start my message proper. എന്റെ സന്ദേശം അതിന്റെ ഉൾക്കൊള്ളുന്ന ആശയത്തോടു കൂടി തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. During the last 40 years I have traveled all over India. ഭാരതത്തിലുടനീളം കഴിഞ്ഞ 40 വർഷങ്ങളായി സഞ്ചരിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. I have not only traveled all over India, I have also stayed in several states of India. വിവിധ സംസ്ഥാനങ്ങളിൽ താമസിക്കുവാൻ എനിക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. സഞ്ചരിക്കുക മാത്രമല്ല, I have stayed in Maharashtra for 2 years. 2 വർഷക്കാലം മഹാരാഷ്ട്രയിൽ താമസിക്കുവാനായിട്ടിടയായി. In Karnataka. കർണാടകയിൽ 2 വർഷക്കാലം താമസിച്ചു. And 3 years in Orissa. 3 വർഷക്കാലം ഒറീസയിൽ ഞാൻ താമസിച്ചു. For a long period in Madhya Pradesh. ധാരാളം വർഷങ്ങൾ മധ്യപ്രദേശിൽ ഞാൻ താമസിച്ചു. We have stayed in cities and we have stayed in tribal areas. പട്ടണങ്ങളിലും അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലും താമസിക്കുവാൻ ഇടയായിട്ടുണ്ട്. So I have kept myself open to understand India. ഭാരതത്തെ അതിന്റെ പൂർണ്ണതയോടെ മനസ്സിലാക്കുവാൻ എന്റെ ഹൃദയം എപ്പോഴും തുറന്നു ഞാൻ വെച്ചിരുന്നു. And I worked for 5 years in CMC Hospital, Vellore. വെല്ലൂരിലുള്ള CMC ഹോസ്പിറ്റലിൽ 5 വർഷക്കാലം പ്രവർത്തിക്കുവാനും എനിക്കിടയായി. You know, CMC Hospital in Vellore is a small Kerala in Tamil Nadu. തമിഴ്നാടിലുള്ള ഒരു കൊച്ചു കേരളമാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, വെല്ലൂരിലുള്ള ഈ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്. So I have worked with a lot of Keralites for 5 years. അതുകൊണ്ട് തന്നെ 5 വർഷക്കാലം ധാരാളം കേരളീയ മലയാളികളുമായിട്ട് പ്രവർത്തിക്കുവാനും താമസിക്കുവാനും ഇടയായിട്ടുണ്ട്. In these 40 years I have tried to understand the trait or character of each state. ഓരോ സംസ്ഥാനത്തിന്റെയും അഭിരുചികളും സ്വഭാവങ്ങളും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞ 40 വർഷക്കാലം കൊണ്ട് എനിക്കിടയായി തീർന്നിട്ടുണ്ട്. Kerala has got many plus points. വളരെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. That is why you call your state as God's own country. ദൈവത്തിന്റെ സ്വന്തം നാടായി വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. So there are many good things in Kerala. I always like to visit Kerala. അതുകൊണ്ട് തന്നെ കേരളം സന്ദർശിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കേരളത്തെ കുറിച്ച് നോക്കുമ്പോൾ വളരെ വിശിഷ്ടമായ കാര്യങ്ങൾ അനവധിയുണ്ട്. But there is one thing that Keralites must repent of. എന്നാൽ കേരളത്തിലുള്ളവർ ഏറ്റുപറയേണ്ടുന്ന പശ്ചാത്തപിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. For one Malayali to submit to another Malayali for more than 1 year is very difficult. ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഒരു മലയാളി വേറൊരു മലയാളിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ല. We are all over independent. നമ്മളങ്ങ് ബന്ധപ്പെട്ടിരിക്കാനായിട്ട് തുനിയുന്നവരല്ല. For everything we will ask questions. നമ്മളെല്ലാ കാര്യങ്ങൾക്കും നാം ചോദ്യം ചോദിക്കും. Why not? Why not? That is always there in our mind. എന്തുകൊണ്ടൊക്കത്തില്ല എന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും. Coexistence, cooperation, coordination, these are all strange things for Malayali. ഈ സഹകരണവും ഒരുമിച്ചുള്ള പ്രവർത്തനവും ഇതെല്ലാം നമുക്ക് അപരിചിതമാണ്, നമ്മിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് മലയാളികളെ സംബന്ധിച്ച്. If there is one church in 2006, next year you can prophesy it will become 2 churches. നമുക്ക് ഒരു സഭ 2006 ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പ്രവചിക്കാം ആ സഭ 2007 ആകുമ്പോൾ 2 ആകും. Don't immediately ask me, brother, does not such a thing exist in Tamil Nadu? തമിഴ്നാട്ടിൽ ഇങ്ങനെ സംഗതി ഇല്ല എന്നോട് നിങ്ങൾ ചോദിക്കരുത്. Everywhere it is there. Wherever they are the sons and daughters of Adam and Eve, it is there. ആദാമിന്റെയും ഹവ്വായുടെയും മക്കൾ ഉള്ളിടത്തെല്ലാം ഇതുണ്ട്. But in Kerala it is more. കേരളത്തിൽ ഇത് കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. I want to speak to you about something very fundamental and foundational this morning. ഇന്ന് രാവിലെക്കാളും വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട് അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. Just about 10 days ago we celebrated Christmas. 10 ദിവസം മുൻപാണ് നാം ക്രിസ്മസ് ആഘോഷിച്ചത്. And what was the message of Christmas? എന്താണ് ക്രിസ്മസ് സന്ദേശം? Glory to God in the highest. ഉയരങ്ങളിൽ ദൈവത്തിന് മഹത്വം. Peace on earth. ഭൂമിയിൽ സമാധാനം. Goodwill towards man. മനുഷ്യർക്ക് എപ്പോഴും നന്മ. We have no problem with the first thing. ആദ്യത്തെ കാര്യവുമായി നമുക്കൊരു പ്രശ്നവുമില്ല. Glory to God in the highest. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. So when we worship God, it is all glory. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. When we start relating to one another, it is another story. എന്നാൽ നാം മറ്റുള്ളവരുമായി ഭൂമിയിൽ ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് മറ്റൊരു കഥയായി മാറുകയാണ്. No problem with the vertical dimension. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു പ്രശ്നവുമില്ല. But we have problem in the horizontal dimension. എന്നാൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ. The cross of Jesus Christ has got 2 staffs. ക്രിസ്തുയേശുവിന്റെ കുരിശിന് 2 സ്റ്റാൻഡാണ് ഉള്ളത്. One is a vertical staff. ഒന്ന് മുകളിലേക്ക്
മുകളിലേക്കും താഴേക്കും നിൽക്കുന്ന വെർട്ടിക്കൽ സ്റ്റാൻഡാണ്. Man's relationship with God. അത് മനുഷ്യന്റെ ബന്ധവും ദൈവവുമായിട്ടുള്ളതാണ്. The other one is a horizontal stand. രണ്ടാമത് ഈ ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. That is man's relationship with his fellow man. മനുഷ്യന് തന്റെ സഹജീവികളായ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നു. It is not glory to God alone. എപ്പോഴും ദൈവത്തിന് മഹത്വം മാത്രമല്ല, It is also goodwill towards one another. എന്നാൽ മനുഷ്യർക്ക് എപ്പോഴും നന്മ ചിന്തിക്കുന്ന, നല്ലത് ചിന്തിക്കുന്നത് കൂടിയാണ്. That is the message of the gospel. അതാണ് സുവിശേഷത്തിന്റെ യഥാർത്ഥ That is സന്ദേശം. the message of reconciliation. അതാണ് നിരപ്പിന്റെ സന്ദേശം. Man getting right with God. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ നേരെയാകുക. Man getting right with one another. നിന്റെ സഹജീവികളുമായി സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധത്തിൽ നേരെയാകുക. Why Jesus said, love God with all your heart, mind, soul and spirit. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിന്റെ ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും നീ സ്നേഹിക്കണം. And Jesus said the second commandment is equal to the first commandment. രണ്ടാമത്തെ കൽപ്പന ഒന്നാമത്തെ കൽപ്പനയ്ക്ക് സമാനമായ കൽപ്പനയാണ്. Love your neighbor as yourself. നിന്റെ സഹോദരനെ, നിന്റെ അയൽവക്കക്കാരനെ നീ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. One is not possible without the other. ഈ രണ്ടാമത്തെ കാര്യം കൂടാതെ ഒന്നാമത്തെ കാര്യം സാധ്യമല്ല. Brothers and sisters, let us understand it very clearly. വളരെ വ്യക്തതയോടുകൂടി നാം ഇത് മനസ്സിലാക്കണം പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ. You cannot be right with God without getting right with man. നിന്റെ സഹോദരനും സഹോദരിയുമായിട്ട് നേരെയാകാതെ ദൈവവുമായിട്ട് നേരെയാകുവാൻ നമുക്ക് കഴിയുകയില്ല. If you cannot love a brother or sister whom you have seen, how? I ask. The Bible says, how you can love God whom you have not seen? നിന്റെ കണ്ണുകൊണ്ട് കാണാവുന്ന നിന്റെ സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കാൻ കഴിയാത്തവര് എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നതെന്നാണ് ദൈവവചനം ചോദിക്കുന്നത്. One depends on the other. ഈ ഒരു കൽപ്പന ആശ്രയിച്ചിരിക്കുന്നത് മറ്റൊരു കൽപ്പനയെയാണ്. That is the message of 1 John, 2 John and 3 John. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, ഈ 3 ലേഖനങ്ങളും കാണുന്ന കൽപ്പനയും അടിസ്ഥാനപരമായ ആശയവും അത് തന്നെയാണ്. 1 John, 2 John and 3 John were the last written books of the New Testament. പുതിയ നിയമത്തിൽ ഏറ്റവും അവസാനം എഴുതപ്പെട്ട പുസ്തകങ്ങളിൽ 3 പുസ്തകമാണ്. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ എന്നിവ. And all the 3 books speaks about this love for one another. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് വിവരിച്ചു പറയുന്ന പുസ്തകമാണ് ഈ 3 പുസ്തകങ്ങൾ. Today I want to give you some practical counsel as to how you can improve your relationship with one another. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ദൃഢമാക്കാം, നല്ല നിലയിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി പ്രായോഗികമായ ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. It may look very fundamental, but it is foundational. ഇത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ളതാണ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. Turn with me for a scripture passage in Galatians 5th chapter. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. I will read to you from verse 16, a very vital passage for interpersonal relationship. വളരെ വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് വളരെ അർത്ഥം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. 5-ാം അധ്യായം 16th onward. 16-ാം വാക്യം മുതൽ. Walk in the spirit and you shall not fulfill the lust of the flesh. ആത്മാവിനെ അനുസരിച്ച് നടക്കണം, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. Look at that emphasis, walk in the spirit. പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. We Pentecostals know how to talk in the spirit, but I am going to talk to you about how to walk in the spirit. പെന്തക്കോസ്തുകാരാകുന്ന നമുക്ക് ആത്മാവിൽ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് നന്നായിട്ട് അറിയാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് ആത്മാവിൽ എങ്ങനെ നടക്കണമെന്നാണ്. We talk so much about the walk, but we should walk our talk. That is the challenge that is before us. നടപ്പിനെ കുറിച്ച് നാം ധാരാളം കാര്യങ്ങൾ പറയും, പക്ഷെ പറയുന്നത് പോലെ നടക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളിയാണത്. What is walking in the spirit? എന്താണ് ആത്മാവിൽ നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ? The 19th verse and read it on carefully. 19-ാം വാക്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. The works of the flesh are evident. ജഡത്തിന്റെ പ്രവർത്തികളോ, adultery, ദുർനടപ്പ്, fornication, അശുദ്ധി, uncleanness, അശുദ്ധി, and licentiousness, വിഗ്രഹാരാധന, idolatry, വിഗ്രഹാരാധന, and sorcery. ആഭിചാരം. Normally when we read these things we say no, we don't have any of these things. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും നമുക്കില്ല എന്ന് തോന്നും. But on the same basis, in par with it, there is another list which follows. ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം കൂടി പറയുന്നുണ്ട്. Hatred, നമ്മൾ മറ്റുള്ളവരെ വെറുക്കുക, contentions, നമ്മൾ മറ്റുള്ളവർ ജാരശങ്ക, jealousies, അസൂയ, outbursts of anger, ക്രോധം, selfish ambitions, സ്വാർത്ഥമായ താല്പര്യങ്ങൾ, dissensions, ശാഠ്യം, heresies, ദ്വന്ദ്വപക്ഷം, envy, ഭിന്നത, murders.
കുലപാതകം. You see, adultery, fornication, they are all only 4 or 5 mentioned there. 4-5 കാര്യങ്ങൾ ആദ്യത്തെ ഭാഗത്ത് അവിടെ എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. But sins of interpersonal relationship are more in number in this passage. എന്നാൽ ഈ ഭാഗം വ്യക്തമായി വായിക്കുമ്പോൾ നമ്മൾ അന്യോന്യമുള്ള ബന്ധത്തിൽ കാണുന്ന പാപങ്ങളുടെ പട്ടിക കൂടിക്കൂടി വരികയാണ്. And when you come to verse 22, 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, but the fruit of the Spirit is love. ആത്മാവിന്റെ ഫലമോ അത് സ്നേഹമാണ്. And we know this passage very well and we have memorized that passage. ഈ ഭാഗം കാണാതെ പറയുവാനായിട്ട് നമുക്ക് കഴിയും, നമുക്ക് നല്ലതുപോലെ അറിയാം. We have memorized that passage, we have preached that passage, but now a time has come for us to practice that passage. നമ്മളത് കാണാതെ പഠിച്ചു, നാം ധാരാളം സമയങ്ങൾ ആ ഭാഗത്തു നിന്ന് പ്രസംഗിച്ചു. ഇപ്പോൾ അത് പ്രാവർത്തികമാക്കുവാനുള്ള സമയമാണ്. Look at verses 22 and 23 again. 22-23 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. This is what the world is looking for in Christians. ക്രിസ്ത്യാനികളിൽ ലോകം ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണിത്. You shall be known by its fruits and not by your gifts. നിങ്ങൾക്കുള്ള വരങ്ങളിലല്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ വെളിവാക്കേണ്ടുന്നത് നിങ്ങളുടെ ഫലം കൊണ്ടാണ്. Once again, let me say that. ഞാൻ അതൊരു പ്രാവശ്യം കൂടി ഊന്നി പറയട്ടെ. Brothers and sisters, one church with 120 believers, they shook the world and impacted the world. നിങ്ങൾക്കറിയാമോ, 120 പേരുള്ള ഒരു സഭ ഈ ലോകത്തെ പിടിച്ചു കുലുക്കി ഈ ലോകത്തിൽ സ്വാധീനം ചെലുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. Today 120 churches are not able to shake one city. ഇന്ന് ഈ 120 സഭ ഒരു പട്ടണത്തിൽ ഉണ്ടെങ്കിലും ഈ 120 സഭ ചേർന്നാലും ഒരു പട്ടണത്തെ കുലുക്കാനൊക്കത്തില്ല. So something is radically wrong with our Christianity. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സമൂലമായ എന്തോ തെറ്റുണ്ട്, അടിസ്ഥാനപരമായ തെറ്റുണ്ട്. One church with 120 members turned the world upside down, but a city with 100 churches is turning the church upside down. 120 പേരുള്ള സഭ അന്ന് ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ചു. എന്നാൽ ഇന്ന് 120 സഭ ഒരു പട്ടണത്തിൽ സഭകളെ കീഴ്മേൽ മറിക്കുക. Because we give more importance to gifts than to fruits. കാരണം നമുക്കുള്ള വരങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, നമ്മുടെ ഫലങ്ങളെ നാം ശ്രദ്ധിക്കുന്നില്ല. Jesus said very clearly, you shall be known by your fruits. യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെ അറിയപ്പെടുന്നത്, നിങ്ങളെ അറിയുന്നത് നിങ്ങളുടെ ഫലം കൊണ്ടായിരിക്കണം. You can be 1,000 people, 2,000 people, 3,000 people. നിങ്ങൾ 1000 പേര് കാണും, 2000 കാണും, 3000 കണ്ടെന്നിരിക്കും. You all can be speaking in tongues, speaking in tongues, speaking in tongues. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഭാഷകൾ സംസാരിക്കുവാൻ, തുടർച്ചയായി സംസാരിക്കുവാൻ കഴിഞ്ഞിരിക്കും. And in this baker corner there may be a big noise of 3,000 people speaking in tongues. എന്നാൽ ഈ കോർണറിൽ 3000 പേർ ഒരുമിച്ച് അന്യഭാഷ സംസാരിക്കുന്നവന്റെ ശബ്ദവും കാണും. You know, Kottayam, other non-Christians will pass this way. ഈ വഴിയായിട്ട് ക്രിസ്ത്യാനികളല്ലാത്തവർ കടന്നു പോകും. You know what they will say? അവരെന്തായിരിക്കും പറയുന്നതെന്ന് അറിയാമോ? This is a Pentecostal shout. They will go, that's all. ഇത് പെന്തക്കോസ്തുകാരുടെ അലർച്ചയാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. But എന്നാൽ you know what the Lord said? കർത്താവ് പറഞ്ഞത് എന്തെന്നറിയാമോ? If you love one another, the world shall know that you are my disciples. നിങ്ങൾ അന്യോന്യം സ്നേഹിച്ചാൽ ഈ ലോകം അറിയും നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന്. That is why great fear came on all those about the church in the early church. ആദിമ സഭയിലുള്ളവരെ കാണുമ്പോൾ അങ്ങനെയാണ് ദേശത്ത് ഭയം വരുവാനായിട്ടിടയായി തീർന്നത്. Why? They loved one another, they shared their belongings with one another. അവർ അന്യോന്യം സ്നേഹിച്ചു, അവർക്കുള്ളത് അന്യോന്യം പങ്കുവയ്ക്കുവാനും അവർ തയ്യാറായിരുന്നു. You are the salt of the earth. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. If the salt has lost its saltiness and if the light has lost its brightness, how shall the world ever be saved? ഈ ഉപ്പിന് കാരമില്ലാതെ പോയാൽ, വെളിച്ചത്തിന് ഇതിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയാൽ ലോകത്തിന് ഇതെങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും? So this morning comes a challenge to you to get back to manifest the fruit of the Spirit in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള ഒരു വെല്ലുവിളി ഇന്ന് രാവിലെ കാലം ഞാൻ നിങ്ങളുടെ മുൻപാകെ തരികയാണ്. Jesus said, love one another as I have loved you. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. So I am going to take this list of the fruit of the Spirit and explain to you how Jesus manifested it. അതുകൊണ്ട് തന്നെ ഈ ആത്മാവിന്റെ ഫലങ്ങളെ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഓരോന്നായിട്ട് എടുത്ത യേശു എങ്ങനെ അത് പ്രകടമാക്കി എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. First of all, it is joy. ആദ്യത്തേതെന്ന് പറയുന്നത് സന്തോഷമാണ്. You know, love manifests in 8 ways. ഈ സ്നേഹം എന്ന് പറയുന്നത് 8 തലങ്ങളിൽ പ്രതിഫലിക്കുകയാണ്. The first manifestation of love is joy. ഈ സ്നേഹത്തിന്റെ ആദ്യത്തെ പ്രകടനം എന്ന് പറയുന്നത് സന്തോഷമാണ്. Be a joyful person in the company of others. മറ്റുള്ളവരുമായി കൂടി നിൽക്കുന്നതിൽ അവിടെ ഒരു സന്തോഷമുള്ള, ആഹ്ലാദമുള്ള ഒരു വ്യക്തിയായി നാം തീരണം. Some people have the title pastor. ചിലർക്ക് അവർക്ക് തലക്കെട്ടുണ്ട്, ഇദ്ദേഹം ഒരു പാസ്റ്റർ ആണെന്ന് പറയാൻ. Some people have the title reverend. റവറൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ടൈറ്റിലുകളുമുണ്ട്. Some people go after the title doctor. ഡോക്ടർ എന്ന് വിളിക്കപ്പെടുന്നവരുമുണ്ട്, അതിനുവേണ്ടി ഓടുന്നവരുമുണ്ട്. All
these things are good. ഈ കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. But every Christian should get another title. മറ്റൊരു ടൈറ്റിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കണം. You know what the title is? എന്താണ് ആ ടൈറ്റിൽ എന്നറിയാമോ? Friend of sinners. പാപികളുടെ സ്നേഹിതൻ എന്നുള്ള തലക്കെട്ട്. It's the greatest title anyone can earn while on earth. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുവന് ലഭിക്കാവുന്ന നേടാവുന്ന ഏറ്റവും നല്ല ഒരു തലക്കെട്ടാണത്. Jesus was called the friend of sinners. യേശു വിളിക്കപ്പെട്ടത് പാപികളുടെ സ്നേഹിതൻ എന്നായിരുന്നു. You know, in those days who was called a sinner? അന്നത്തെ കാലത്ത് ആരെയാണ് പാപികളെന്ന് വിളിച്ചിരുന്നത്? If they point towards a woman and say she is a sinner woman, that means she was living in adultery. ഒരു സ്ത്രീയെ നോക്കിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ട് അവൾ പാപിയാണെന്ന് പറഞ്ഞാൽ അവൾ വ്യഭിചാരിയാണെന്നാണ് അർത്ഥം. If you look at another man and say he is a sinner man, he is having outrightly corruption. അവിടെ നോക്കിക്കൊണ്ട് ഒരു പുരുഷനെ നോക്കി അവൻ പാപിയാണെന്ന് പറഞ്ഞാൽ അവൻ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് അതിന്റെ സാരം. And who were the friends of Jesus? ആരായിരുന്നു യേശുക്രിസ്തുവിന്റെ സുഹൃത്തുക്കൾ? Corrupt people. ഇത്തരത്തിൽ ദോഷം പ്രവർത്തിക്കുന്ന തെറ്റ് ചെയ്യുന്ന ആൾക്കാർ, drunkards, കുടിയന്മാർ, adulterers, വ്യഭിചാരികൾ, adulteresses, വ്യഭിചരിക്കുന്നവർ. Jesus was quite comfortable in that company. ആ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ യേശുവിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. What are we doing? എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്? In the name of perfection we are isolating us and we are insulating us from those people. നാം ഈ സെപ്പറേഷൻ, നാം അതിൽ നിന്ന് വേർപാട് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞ അവിടുന്ന് ഇങ്ങ് പോരും, ഇങ്ങ് മാറി ഒരു കോണിൽ നാം നിൽക്കും. Jesus was a friend of sinners. എന്നാൽ യേശുക്രിസ്തു പാപികളുടെ സ്നേഹിതനായിരുന്നു. I'm calling every one of you, my dear brothers and sisters, if India must be converted, Christians must become joyful persons. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഭാരതം സുവിശേഷീകരിക്കപ്പെടണം, ദൈവത്തെ കാണണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ എല്ലാവരും സന്തോഷിക്കുന്ന ആഹ്ലാദമുള്ളവരായിരിക്കണം. How can you be friendly with people? എങ്ങനെയാണ് ജനങ്ങളുമായിട്ട് സുഹൃത്തുക്കളാകുവാൻ കഴിയുന്നത്? The first thing you do is you must know how to smile. എങ്ങനെ ചിരിക്കണമെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. Most of us are so sober, long faced, deep religious. Nobody is attracted to us. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, പലരും അവരുടെ മുഖം ഇങ്ങനെ നീണ്ട മുഖത്തോടു കൂടി ചിരിക്കാതെ നമ്മൾ ഭക്തന്മാരാണെന്ന് ധരിച്ച ഇങ്ങനെ ഇരിക്കുക. So our non-Christian counterparts in our work spot and offices will think maybe if you become a Christian you will become long. ഇത്തരത്തില് നമ്മുടെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ, നമ്മെ കാണുന്നവരൊക്കെ ചിന്തിക്കും, ഞാനും ക്രിസ്ത്യാനി ആയാൽ ഇങ്ങനെ ഒരു മനുഷ്യനായി പോകുമെന്ന്. Smile. നിങ്ങൾ ചിരിക്കുക. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Smile is the shortest distance between two people. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് ചിരി എന്ന് പറയുന്നത്, പുഞ്ചിരി എന്ന് പറയുന്നത്. You know, my wife can learn any language very quickly. വളരെ പെട്ടെന്ന് എല്ലാ ഭാഷയും പഠിക്കുവാൻ എന്റെ ഭാര്യയ്ക്ക് കഴിയും. We went to Orissa, she learned Oriya. ഞങ്ങൾ ഒറീസയിൽ പോയി, അവർ ഒറിയ പഠിച്ചു. In Maharashtra she learned Marathi. മഹാരാഷ്ട്രയിൽ വെച്ച് മറാത്തി പഠിച്ചു. But for me, you put me in anywhere for 2 years, 10 years, I cannot pick up that language. നിങ്ങൾ എന്നെ 10 വർഷക്കാലം ഒരിടത്ത് കൊണ്ടിട്ടാലും ലാംഗ്വേജ് പഠിക്കാൻ, ഭാഷ പഠിക്കാൻ എനിക്ക് ഒക്കത്തില്ല. But at the end of 3-4 years, I would have learned one thing. എന്നാൽ 3-4 വർഷത്തിന് ശേഷം അതിന്റെ ഒടുവിൽ ഞാൻ ഒരു കാര്യം പഠിച്ചു. After staying in Orissa for 3 years, I learned to smile in Oriya. ഞാൻ ഒറീസയിൽ 3 വർഷക്കാലം താമസിച്ചപ്പോൾ ഒറിയയിൽ ചിരിക്കാൻ പഠിച്ചു. And yesterday I came to Kerala. Now I can smile in Malayalam. ഞാൻ ഇന്നലെ കേരളത്തിൽ വന്നിപ്പോൾ മലയാളത്തിൽ ചിരിക്കാൻ എനിക്ക് കഴിയും. Such a common language between us. ഈ ചിരി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഷയാ. Don't think I am joking. When you smile, it lightens the heart of a person. ഞാൻ തമാശ പറയുകയല്ല. നാം ഒരു വ്യക്തിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവന്റെ ഹൃദയം നാം ഒന്ന് കത്തിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. Socialize with people. ജനങ്ങളുമായിട്ട് ഇടപഴകുവാൻ കഴിയണം. Don't polarize your own group. നമ്മുടെ തന്നെ കൂട്ടങ്ങളെ നാം മാറ്റിക്കൊണ്ടു പോകരുത്, അങ്ങനെ ഒരു കൂട്ടം ഉണ്ടാക്കരുത്. Throw away false pride. നമ്മുടെ തെറ്റായ നിലയിലുള്ള അഹങ്കാരങ്ങളും പൊങ്ങച്ചങ്ങളും എല്ലാം നാം മാറ്റിക്കളയണം. In our churches we talk about fellowship, but there is no fellowship in our fellowships. നമ്മൾ സഭയിലെ ഫെലോഷിപ്പ് കൂട്ടായ്മയെ കുറിച്ചൊക്കെ ഒത്തിരി പറയും, പക്ഷേ നമ്മുടെ കൂട്ടായ്മകളില്ല. There is neither fellowship nor friendship in our fellowship. നമ്മുടെ കൂട്ടായ്മകളിൽ കൂട്ടായ്മകളുമില്ല, സൗഹൃദങ്ങളുമില്ല. Non-Christians say good morning, we say praise the Lord. That is the only difference. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ക്രിസ്ത്യാനികളല്ലാത്തവർ ഗുഡ് മോർണിംഗ് പറയും, നമ്മൾ പ്രൈസ് ദി ലോർഡും പറയും. So no friendship, no fellowship. നമുക്ക് കൂട്ടായ്മയില്ല, സുഹൃത്ത് ബന്ധങ്ങളുമില്ല. Brothers and sisters, I am calling you this morning to be a jubilant, smiling, free,
joyous person in the company of other people. മറ്റുള്ളവരുമായി കൂടി നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ സന്തോഷമുള്ള മുഖം പ്രകാശിക്കുന്ന വ്യക്തികളാകുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. The second fruit we need to talk about, രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് it is peace. സമാധാനമാണ്. You know, this is a very common truth, but I want you to be reminded of this common truth. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണിത്. പക്ഷേ ഇത് വീണ്ടും നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Live in peace and make peace. സമാധാനത്തിൽ ജീവിക്കണം, സമാധാനം ഉണ്ടാക്കണം. Be a peace lover. സമാധാന കാംക്ഷിയായിരിക്കണം, സമാധാനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. When you take the Lord Jesus Christ, യേശുക്രിസ്തുവിനെ എടുക്കുമ്പോൾ there are certain things which I really enjoy when I study about the execution, the crucifixion of the Lord Jesus. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. There were two political leaders. രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. One was Herod and the other was Pilate. ഒന്ന് ഹെരോദാവും രണ്ട് പീലാത്തോസും. Both of them were enemies for each other. രണ്ടുപേരും വൈരികളായിരുന്നു. In Tamil Nadu, if you want to say, it is like Karunanidhi and Jayalalitha. കരുണാനിധിയെയും ജയലളിതയും തമിഴ്നാട്ടിലെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ അതുപോലെയായിരുന്നു ഇവര്. Both of them can never get along with each other. രണ്ടുപേർക്കും തമ്മിൽ കാണുന്നത് ഇഷ്ടമല്ല. അവർ ഒരു ആശയത്തിൽ ഒന്നിച്ചു വരികയുമില്ല. Right or wrong, whatever Karunanidhi says, Jayalalitha will oppose, and whatever Jayalalitha does, Karunanidhi will oppose. കരുണാനിധി പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ജയലളിത അതിനെ എതിർക്കും. ജയലളിത ചെയ്യുന്നതിനെ എല്ലാം കരുണാനിധിയും എതിർക്കും. They are political enemies, they are poles apart. രാഷ്ട്രീയ വൈരികളാണ് അവര്. അവർ രണ്ട് ധ്രുവത്തിൽ ചിന്തിക്കുന്നവരാണ്. Like that, there were two political opponents. രണ്ട് രാഷ്ട്രീയ വൈരികൾ അക്കാലത്തും ഉണ്ടായിരുന്നു. One was Herod, ഒന്ന് the ഹെരോദാവായിരുന്നു, other was Pilate. രണ്ടാമത് പീലാത്തോസ്. Now the Jews delivered Jesus Christ to be executed in the Roman way. യഹൂദന്മാര് റോമ രീതി അനുസരിച്ച് യേശുക്രിസ്തുവിനെ ക്രൂശീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു. So Herod examined Jesus. ഹെരോദാവ് യേശുക്രിസ്തുവിനെ ചോദ്യം ചെയ്തു. Then he went to Pilate. വീണ്ടും പീലാത്തോസിന്റെ അടുത്ത് From പോവുകയാണ്. Pilate he went to Herod. പീലാത്തോസിന്റെ അടുത്ത് നിന്ന് വീണ്ടും ഹെരോദാവിന്റെ അടുത്തേക്ക് You know വരിക. what the Bible says? ദൈവം എന്താ പറയുന്നത് അറിയാമോ? When Jesus shunted between Herod and Pilate became friends. ഇവിടെ ഹെരോദാവിന്റെ ഭാഗത്ത് നിന്ന് പീലാത്തോസിന്റെ അടുത്ത് പോയി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും യേശു നടന്നപ്പോൾ ഇവര് തമ്മിൽ കൂട്ടാളികളായി, സ്നേഹിതനായി തീർന്നു. Even in the execution, Jesus was a peacemaker. താൻ ക്രൂശിക്കപ്പെടുവാൻ പോകുമ്പോഴും പോലും സമാധാനം ഉണ്ടാക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്തിട്ടാണ് യേശു പോയത്. Some of us Christians, you get into a group, you can prophesy. This man came, then everything will be broken. നമ്മളെ ക്രിസ്ത്യാനികളെ പലപ്പോഴും പറയാറുള്ളത്, ഒരു കൂട്ടത്തിൽ ഇവൻ വന്നാൽ പ്രവചിക്കാനായിട്ട് വെക്കും. ഇവൻ വന്നു, ഈ ഗ്രൂപ്പിന്റെ ഗതി പോയി. I want to ask a question. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. Are you a problem or are you a solution to a problem? നിങ്ങൾ ഒരു പ്രശ്നമാണോ അതോ നിങ്ങൾ ഒരു പ്രശ്നത്തിന് പരിഹാരമാണോ? Let me say that again. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം. Wherever you are, നിങ്ങൾ എവിടെയായിരുന്നാലും, your office, നിങ്ങളുടെ ഓഫീസിൽ, in your neighborhood, നിങ്ങളുടെ അയൽവക്കത്ത്, in your church, നിങ്ങളുടെ സഭയിൽ, in your fellowship, നിങ്ങളുടെ കൂട്ടായ്മയിൽ, in your ministry, നിങ്ങളുടെ ശുശ്രൂഷയിൽ ask that question. നിങ്ങളോട് ആ ചോദ്യം ചോദിക്കണം. My presence, is it a problem or a solution? ഞാൻ അവിടെ ആയിരിക്കുന്നത്, എന്റെ സാന്നിധ്യം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നോ അതോ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവരുന്നുവോ? Don't sow discord among one another. മറ്റുള്ളവരുടെ ഇടയിലേക്ക് സ്നേഹമില്ലായ്മ, വെറുപ്പ് അത് വിതയ്ക്കുവാൻ നമുക്ക് ഇടയാകരുത്. Don't say all that you know about another person. മറ്റുള്ളവരെ പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥാനങ്ങളിലും കൊണ്ടുചെന്ന് വിളമ്പരുത്. God has not called us to be backbiters. നമ്മളെ പുറകിൽ നിന്ന് ചെവി കടിക്കുന്നവരായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. God has called us and commissioned us to be front fighters. നമ്മളെ മുമ്പിൽ നിന്ന് നമ്മളെ കാര്യങ്ങൾ ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. We talk so much against another person, മറ്റുള്ളവരെ പറ്റി നാം ധാരാളം കാര്യങ്ങൾ സംസാരിക്കും. and finally we baptize that sin. നമ്മൾ ആ പാപങ്ങളെല്ലാം അങ്ങ് മുക്കും, സ്നാനപ്പെടുത്തും. We are good in baptizing anything. എന്തിനേയും സ്നാനപ്പെടുത്തുന്നത് നമ്മൾ വിരുദ്ധന്മാരാണ്. You keep backbiting about your brother and sister, നമ്മുടെ സഹോദരനെയും സഹോദരിയെയും കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നാം പറഞ്ഞാലും then you will be baptizing backbiting. നാം പിന്നിൽ നിന്ന് കുത്തുന്ന പറയുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ അങ്ങ് മാറ്റും. How will you baptize it? എങ്ങനെയാണ് നാം അതിനെ മുക്കിക്കളയുന്നത്, സ്നാനപ്പെടുത്തുന്നത്? I did not say it for anything. I said it only for prayer. ഞാൻ ഇത് ഒന്നിനും വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. Sin is sin, whether you baptize it or not. നിങ്ങൾ ആ പാപത്തെ എന്തൊക്കെ ചെയ്താലും പാപം പാപം തന്നെയാണ്. We are not called to backbite another people. മറ്റുള്ളവരെ പിന്നിൽ നിന്ന് കുത്തുവാനോ ചെവി കടിച്ച് പറിക്കുവാനോ അല്ല നമ്മെ You know what വിളിച്ചിരിക്കുന്നത്. happened to Aaron and Miriam because they backbite against Moses? മോശയ്ക്കെതിരായിട്ട് പിറുപിറുത്തപ്പോൾ അഹരോനും മിരിയാമിനും സംഭവിച്ചത് എന്തെന്ന് നമുക്കറിയാം. Pray for one another. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Pray for the peace of your congregation. നിങ്ങളുടെ കൂട്ടായ്മയിലെ കൂട്ടങ്ങൾ
ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. God has called the churches to multiply it, not to divide. നമ്മൾ ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വളരുവാനാണ്, പിളരുവാനല്ല. You know, I go to Gulf very often. ഞാൻ സാധാരണ ഗൾഫിൽ പോകാറുണ്ട്. Every 6 months, whenever I go, one church will become 2 churches, 2 churches will become 4 churches, not because of expansion, but because of division. ഞാൻ ഗൾഫിൽ പോകുമ്പോൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കാണാറുള്ള സംഗതി, ഇപ്പം 6 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു സഭ അത് 2 ആകും. വളർച്ച കൂടിയത് കൊണ്ടല്ല, അവിടെ പിളർപ്പുണ്ടായത് കൊണ്ടാണ്. Nobody wants to be under another pastor. That man wants to become another pastor. മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കുവാൻ ഒരു ശുശ്രൂഷകനും താല്പര്യപ്പെടുന്നില്ല, അവന് വേറൊരു പാസ്റ്റർ ആകണം. Oh, how many churches in one small city? ഒരു ചെറിയ പട്ടണത്തിൽ എത്രമാത്രം സഭകളാണുള്ളത്. Then the sheikh is beginning to wonder what is happening to Christians. ഈ ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അവിടുത്തെ ഷെയ്ഖുമാർ അത്ഭുതം കൂറുകയാണ്. Dear brothers and sisters, we need to put an end to all that if we need to leave an impact on the society. ഈ നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു സ്വാധീനം ചെലുത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. Learn to coexist with one another. ഒരുമിച്ച് ജീവിക്കുവാൻ, മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കുവാൻ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. The third lesson we need to learn. മൂന്നാമത്തെ പാഠം നാം പഠിക്കേണ്ടത്, be patient with people. ദീർഘക്ഷമയുള്ളവരായിരിക്കുക. Let me say that again. ഞാൻ വീണ്ടും അത് പറയട്ടെ. Be patient with people. ജനവുമായി ബന്ധപ്പെടുമ്പോൾ ക്ഷമയുള്ളവരായിരിക്കുക. They all brought a woman before Jesus. യേശുക്രിസ്തുവിന് മുൻപാകെ ഒരു സ്ത്രീയെ എല്ലാവരും കൂടി കൊണ്ടുവന്നു. Oh, why did you bring her? അവളെ എന്തിനാണ് കൊണ്ടുവന്നത്? Hey, we have caught her red-handed in adultery. ഞങ്ങൾ അവളെ വ്യഭിചാരത്തിൽ ഞങ്ങൾ പിടിച്ചു. Jesus must have laughed within himself. തന്റെ ഉള്ളിൽ യേശുക്രിസ്തു ചിരിച്ചു കാണും. You know why he would have laughed within himself? എന്തുകൊണ്ടാണ് യേശു ചിരിച്ചതെന്ന് അറിയാമോ? What happened to that man? എന്ത് ആ പുരുഷൻ എന്ത് സംഭവിച്ചു? You brought the woman. What happened to that man? ആ സ്ത്രീയെ നിങ്ങൾ കൊണ്ടുവന്നു, പക്ഷെ ആ പുരുഷൻ എവിടെ? You know, pulling a woman, dragging a woman, you are the cowards of the worst sort. You are not able to catch that man. ആ പുരുഷനെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സ്ത്രീയെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾ തന്നെ ഭീരുക്കളാണെന്ന് നിങ്ങൾ തെളിയിച്ചു. So Jesus must have laughed within himself. അതുകൊണ്ട് തന്നെ ഉള്ളിൽ യേശുക്രിസ്തു ചിരിച്ചു കാണും. This is religion. ഇതാണ് മതം, ഭക്തി. They will take advantage of weak people. They will take advantage of poor people. They will take advantage of people who have got no thought, but they will leave all the affluent people go free. മുമ്പിൽ നിൽക്കുന്ന ശക്തന്മാരായ പണമുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് പാവങ്ങളെ ശക്തി ക്ഷയിച്ചവരുടെ മേൽ എന്തും ചെയ്യുവാൻ ജനം തയ്യാറാകും. That is what is happening in churches also. സഭകളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. If you are an affluent man, you can go scot free. നിങ്ങൾക്ക് സ്വാധീനമുള്ള ഉയർന്ന തലത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആരും നിങ്ങളെ ചോദ്യം ചെയ്യത്തില്ല. But if you are average and below average, you are caught. എന്നാൽ നിങ്ങൾ ആവറേജും അതിന്റെ കീഴെയുമാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലായിടത്തും പിടിക്കപ്പെടും. They brought the woman to Jesus. ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു യേശുവിന്റെ മുൻപാകെ. And what did they say? അവരെന്താണ് പറഞ്ഞത്? Tell us what we can do now. ഇപ്പോൾ അവളെ കുറിച്ച് എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ ഒക്കുന്നത് പറ. Moses has taught us to stone this woman to death. ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ ഞങ്ങളെ പഠിപ്പിച്ചത്. What are you saying? നീ എന്തോ പറയുന്നു? You know what Jesus did? യേശു എന്താ ചെയ്തത്? I like that. Jesus bent down on the ground. യേശു ക്രിസ്തു ചെയ്തത് നിലത്തോട്ടങ്ങ് കുനിഞ്ഞിരുന്നു. And with his finger he started writing on the ground. തന്റെ വിരലുകൊണ്ട് അവൻ നിലത്ത് എഴുതാനായിട്ട് തുടങ്ങി. Why? എന്തുകൊണ്ട്? Why should you write on the ground? എന്തുകൊണ്ടാണ് നിലത്ത് എഴുതുന്നത്? You bring a problem to me. നിങ്ങൾ ഒരു പ്രശ്നം എന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ, If I don't know the answer, എനിക്ക് ഉത്തരമില്ലെങ്കിൽ, അറിയത്തില്ലെങ്കിൽ, if I want to wait for a while, എനിക്ക് ഒരു നിമിഷം നിൽക്കണം എന്നുണ്ടെങ്കിൽ, you know what I will do? ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? I'll take my pen. ഞാൻ എന്റെ പേന എടുക്കും. I'll start scribbling something on the paper. ഞാൻ പേപ്പറിൽ എന്തെങ്കിലും കുത്തിവരയ്ക്കാനായിട്ട് തുടങ്ങും. I'm trying to think what I should tell you. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുകയാണ് ആ കുത്തിവരയ്ക്കുന്ന സമയത്ത്. That is what Jesus was doing. യേശു ക്രിസ്തു അത് തന്നെയായിരിക്കും ചെയ്തത്. Simply drawing certain things on the ground. ആ നിലത്തെ ചില കാര്യങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. He was waiting for a wisdom, a word of revelation to come from his father. തന്റെ പിതാവിൽ നിന്ന് ഒരു വെളിപ്പാട് ലഭിക്കുവാൻ, ഒരു ജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. Don't be in a hurry. വീണ്ടും വളരെ പെടുന്നനവേ കാര്യങ്ങൾ ചെയ്യാൻ തുനിയരുത്. Don't charge people immediately. ആ ജനത്തെ കുറ്റം വിധിക്കുവാൻ, ശിക്ഷ വിധിക്കുവാൻ പെടുന്നനവേ നീ തുനിയരുത്. 25 people may drag the person to Jesus. യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് 25 പേരായിരിക്കും ഈ വ്യക്തിയെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത്. Maybe some truth in it. അതിൽ ഒരു പക്ഷേ സത്യവും കണ്ടെന്നിരിക്കും. You must be able to find out what exactly is the real truth. എന്നാൽ യഥാർത്ഥ സത്യം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ നിനക്ക് കഴിയണം. So Jesus waited. യേശു ക്രിസ്തു അവിടെ നിന്നു. He bent down. അവൻ കുനിഞ്ഞു നിന്നു. He was waiting for his father to give him guidance. പിതാവ് തനിക്ക് ഗൈഡൻസ് നൽകുവാൻ വേണ്ടി കാത്തിരിക്കുക. We must be patient with people. നമ്മൾ ക്ഷമയുള്ളവരായിരിക്കണം. You know what Jesus told them? യേശു ക്രിസ്തു എന്താ പറഞ്ഞതെന്ന് അറിയാമോ? Any of you without sin, you throw the stone. നിങ്ങൾ ആരെങ്കിലും പാപമില്ലാത്തവരുണ്ടെങ്കിൽ
അവർ ഇവളെ കല്ലെറിയട്ടെ. I was reading one commentator. ഞാൻ ഒരു കമന്ററി വായിക്കുകയായിരുന്നു. You know what the commentator has written? ആ വ്യക്തി പറഞ്ഞത് എന്താണെന്നറിയാമോ? Which of you have got no sin? നിങ്ങളിൽ പാപം ഇല്ലാത്തവരുണ്ടെങ്കിൽ, So that word sin means which of you does not have this sin? That's what it means. ഈ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള അർത്ഥമാണ് ആ വാക്കിനുള്ളതെന്നാ പറഞ്ഞത്. He is a tight cornered, this fellow. ഈ വ്യക്തികളെ യേശുക്രിസ്തു അങ്ങ് ഒതുക്കി നിർത്തി. Do you know there are many prisoners outside the prison, many thieves outside the prison than inside? നിങ്ങൾക്കറിയാമോ, അകത്ത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന കള്ളന്മാരുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് പുറത്ത് സ്വതന്ത്രമായി നടക്കുന്ന കള്ളന്മാരെന്ന്? Do you know several of us today must be in prison? നമ്മളിൽ പലരും ഇന്ന് ജയിലിൽ കിടക്കേണ്ടവരായിരുന്നു. Unfortunately they are caught, but you have escaped. എങ്ങനെയോ അവര് പിടിക്കപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. And you will say, by the grace of God I escaped. നമ്മൾ പറയും ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന്. Be careful. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. That is why prison ministry is a very important ministry, dear to the heart of God. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലുള്ള സുവിശേഷീകരണം, സുവിശേഷ പ്രവർത്തനം വളരെ വളരെ നല്ല ഒരു ശുശ്രൂഷയായിട്ട് കാണുന്നത്. So if you don't have this sin, you stone this woman. നിങ്ങൾക്ക് ഈ പാപം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവളെ കല്ലെറിയാം. One by one dropped the stone and left the place. അവരോരോരുത്തരായിട്ട് കല്ലുകൾ താഴെയിട്ടു ആ സ്ഥലം വിട്ടവർ പോയി. One man was standing there. ഒരു മനുഷ്യൻ മാത്രമേ അവിടെ നിന്നുള്ളൂ. He was 30-year-old man. ഈ 30 വയസ്സുള്ള ഒരു പുരുഷൻ. He was a carpenter. അവനൊരു തച്ചനായിരുന്നു. He comes from a place called Nazareth. നസറേത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി. And the woman saw him. ആ സ്ത്രീ ആ പുരുഷനെ കണ്ടു. And he saw her. ആ പുരുഷൻ ആ സ്ത്രീയെയും കണ്ടു. Why was he standing there? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ നിന്നത്? He was the only person who had no sin. പാപമില്ലാത്ത ഒരേ ഒരു വ്യക്തി ആ മനുഷ്യനായിരുന്നു. You know what he said? ആ വ്യക്തി പറഞ്ഞത് എന്തെന്നറിയാമോ? I will not stone you. ഞാൻ നിന്നെ കല്ലെറിയത്തില്ല. I will save you. ഞാൻ നിന്നെ രക്ഷിക്കാം. I have not come to destroy you. ഞാൻ നിന്നെ നശിപ്പിക്കാനല്ല വന്നത്. I have come to deliver you. ഞാൻ നിന്നെ വിടുവിക്കുവാനാ വന്നത്. If only we can be patient with people, we can redeem many people. ജനത്തോട് നമുക്ക് കരുണ കാട്ടുവാൻ, ക്ഷമ കാട്ടുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അവരെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. Not 7 times, beloved. 7 പ്രാവശ്യമല്ല പ്രിയ സഹോദരങ്ങളെ. Even it is 7 times 70 in a day. Not 365 days a year. Even on a single day, if it is 7 into 70, you have to forgive a brother. ഒരു ദിവസം എന്നല്ല, ഒരൊറ്റ ദിവസം 70 വട്ടം ക്ഷമിക്കേണ്ടി വന്നാലും, 365 ദിവസമല്ല, ഒരൊറ്റ ദിവസം ഇത് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾ ഇത് ചെയ്യണം. What did John introduce himself? യോഹന്നാൻ തന്നെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുന്നത്? I am a companion for the patience of Jesus. യേശുക്രിസ്തുവിന്റെ ക്ഷമയ്ക്ക് ഞാൻ ഒരു കൂട്ടവകാശിയാണ് എന്നാണ് പറയുന്നത്. When you come to the book of Revelation, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ what a wonderful introduction he gives for himself. വളരെ നല്ല ഒരു ആമുഖം തനിക്ക് നൽകിയാണ്. I am a companion to the patience of Jesus. യേശുക്രിസ്തുവിന്റെ സഹിഷ്ണുതയ്ക്ക് ഞാൻ കൂട്ടാളിയാണ് എന്ന് യോഹന്നാൻ പറയുന്നു. We all imbibe the spirit of patience of Jesus in our heart. ഇത്തരത്തിലുള്ള സഹിഷ്ണുതയുടെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വായത്തമാക്കാം. How much God has been patient with us. നമ്മോട് ദൈവം എത്ര സഹിഷ്ണുത കാട്ടി, ക്ഷമ കാട്ടി. If God has been patient with us, can we not be patient with other people? നമ്മോട് ദൈവം സഹിഷ്ണുതയും ക്ഷമയും കാട്ടിയപ്പോൾ നമുക്ക് ജനത്തോട് ഇത് കാട്ടിക്കൂടെ? When you look at people, ജനത്തെ നാം നോക്കുമ്പോൾ some of them may be very difficult. ചിലരെ വളരെ പ്രയാസമുള്ള തലത്തിൽ കാണുവാൻ കഴിയും. One young person came to me one day. ഒരു ദിവസം ഒരു യുവാവിന്റെ അടുത്ത് കടന്നു വന്നു. He's an officer in a government office. ഒരു ഗവൺമെന്റ് ഓഫീസർ പദവിയിലുള്ള വ്യക്തിയാണ്. He said, Anna, please pray for me. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. I have a great problem. എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. What is your problem? എന്താണ് നിന്റെ പ്രശ്നം? One of my colleagues is a very difficult person. എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകൻ വളരെ പ്രയാസമാണ് അവന്റെ കൂടെ ജീവിക്കാൻ. Ayyo, with anybody else I can manage, with this fellow I cannot. വേറെ ആരാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഈ പുള്ളിയുടെ കൂടെ പണിയെടുക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. Very difficult person. വളരെ പ്രയാസമാണ്. You know what I told him? ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? God will never remove this thorn from you. ഈ ശൂലം നിന്നിൽ നിന്ന് ഒരിക്കലും ദൈവം മാറ്റത്തില്ല. This thorn must be always on your flesh. നിന്റെ ഫ്ലഷിൽ, നിന്റെ ജഡത്തിൽ ഈ ശൂലം എപ്പോഴും കാണും. You know why God has put the difficult person with you? എന്തുകൊണ്ടാണ് ഈ പ്രയാസമുള്ള വ്യക്തിയെ നിന്റെ കൂടെ ഇട്ടതെന്ന് അറിയാമോ? Because you are a very difficult person. കാരണം നീ ഇതിലും പ്രയാസമുള്ള ഒരു വ്യക്തിയാ. God put difficult persons with difficult persons. പ്രയാസമുള്ള വ്യക്തികളുടെ കൂടെയാണ് ദൈവം ഇടുന്നത്. That is what the Bible says. അതാണ് ദൈവവചനം പറയുന്നതും. Iron sharpens iron. ഇരുമ്പിന് ശക്തി നൽകും. If you are iron, God will put another iron with you. നിങ്ങൾ ഇരുമ്പാണെങ്കിൽ വേറൊരു ഇരുമ്പിനെ ദൈവം നിങ്ങളുടെ കൂടെ തരും. If
you are a lion, God will not put a lamb with you. God will put another lion with you. നിങ്ങളെ സിംഹമാണെങ്കിൽ ആട്ടിൻകുട്ടിയെ നിങ്ങളുടെ കൂടെ തരത്തില്ല, വേറൊരു സിംഹത്തെ ദൈവം തരും. Sometimes we wonder, why did he marry this woman? ഈ സ്ത്രീയെ എന്തുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചു എന്ന് പരീക്ഷ ചിന്തിക്കും. Marry this man of all the men in the world. Why did I marry this ഈ ലോകത്തിൽ ഇത്രയും പുരുഷന്മാരുണ്ടായിട്ടും ഈ മനുഷ്യനെ എനിക്ക് കിട്ടിയുള്ളോ എന്ന് നമ്മളും ചിന്തിക്കും. As much as you are difficult, that person is difficult. That is why God put two difficult, strong persons. നീ എത്രമാത്രം പ്രയാസമുള്ള വ്യക്തിയാണോ അത്രമാത്രം പ്രയാസമുള്ള ഒരു വ്യക്തിയെ ദൈവം നിനക്ക് തന്നിക്കുക. ഇങ്ങനെയാണ് യോജിപ്പ് നടക്കുന്നത്. Don't escape the situation. ആ സാഹചര്യത്തിൽ വിളിക്കുവാൻ ശ്രമിക്കരുത്. You have enlisted for the situation. Stay put in that situation. ആ സാഹചര്യത്തിൽ ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അതിനായിട്ടാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ നാം അത് ചെയ്യണം. When you look at somebody, മറ്റുള്ളവരെ നാം നോക്കുമ്പോൾ don't look at that person as he is. അവൻ ആയിരിക്കുന്നത് പോലെ നോക്കരുത്. These are some of the lessons which I have learned over the years. വർഷങ്ങളായിട്ട് എന്റെ ജീവിതത്തിൽ വർഷങ്ങൾ കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത പാഠങ്ങളാണ് ഇതൊക്കെ. Oh, he's a useless guy. അവനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. Don't look at that. അങ്ങനെ നോക്കരുത്. Look at that person as to what he can be. ഏത് തലത്തിലാകാം എന്നുള്ള ചിന്തയോടുകൂടി വേണം നാം അവരെ നോക്കുവാൻ. Jesus had 12 disciples. യേശുക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. Very difficult guy. വളരെ പ്രയാസമുള്ള വ്യക്തികളായിരുന്നു അവര്. Noisy. ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും. Smelly. അവര് നാറുന്നവരായിരുന്നു. Nasty character. അവരുടെ സ്വഭാവം നമുക്ക് പറയാനൊക്കാത്ത സ്വഭാവങ്ങളാണ്. Intolerable guys. അവരെ സഹിക്കാനൊക്കാത്ത വ്യക്തികളാണ്. But when Jesus looked at them, യേശുക്രിസ്തു അവരെ നോക്കിയപ്പോൾ he looked at them as to what they would become. അവരെ എന്താകുമെന്നാണ് യേശുക്രിസ്തു നോക്കിയത്. That is how we should look at people. അങ്ങനെയായിരിക്കണം നാം ജനത്തെ നോക്കേണ്ടുന്നത്. That is the only way we can be patient with people. അങ്ങനെയെങ്കിൽ മാത്രമേ ജനത്തോട് സഹിഷ്ണുത, ക്ഷമയുള്ളവരാകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. Fourth lesson I want to talk to you. നാലാമത്തെ പാഠം നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്, Be kind to one another. മറ്റുള്ളവരോട് ദയ, കരുണ ഇത് കാണിക്കണം. Kindness is such a glorious character. ഈ ദയ കാണിക്കുന്നത് വളരെ നല്ല ഒരു സ്വഭാവമാണ്. I like Jesus because he was very kind hearted. ജനത്തിനെ നോക്കിക്കൊണ്ട് വളരെ കരുണയുള്ള, ദയയുള്ള ഒരു ഹൃദയമുള്ള കർത്താവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thousands of people were listening to Jesus. ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. It was getting late. Maybe Jesus Christ was a long preacher. ഒരു നീണ്ട പ്രസംഗനായിരുന്നു യേശു. അതുകൊണ്ട് നീണ്ട പ്രസംഗം കഴിഞ്ഞ The disciples came to Jesus. യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് ശിഷ്യന്മാർ വന്നു. Jesus, please come. One small important thing. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. യേശുവേ ഒന്ന് വരണമേ എന്ന് പറഞ്ഞു. It is 5 o'clock. ഈ 5 മണിയായി. Please finish your sermon and give benediction. നിന്റെ പ്രസംഗം നിർത്തി ആശീർവാദം പറ. Why? എന്തുകൊണ്ടാ? If you extend your sermon for another half an hour, we must provide supper for all these people. ഈ അരമണിക്കൂർ കൂടി നീ പ്രസംഗിച്ചാൽ ഇവർക്ക് അത്താഴം കൊടുക്കേണ്ടി വരും. So please send them away. അതുകൊണ്ട് അവരെ പറഞ്ഞയക്കണം. Very diplomatic disciples. വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ശിഷ്യന്മാരായിരുന്നു അവർ. Very diplomatic. വളരെയധികം നല്ല രീതിയിൽ ചിന്തിക്കുക. Send them immediately. അവരെ പെട്ടെന്ന് പറഞ്ഞയച്ചേരാ. You know what Jesus said? എന്നാൽ യേശുക്രിസ്തു എന്താ പറഞ്ഞതെന്ന് അറിയാമോ? It is getting dark. അത് ഇരുട്ട് വരുന്നുണ്ട്. Some of them have come from long distance. ദൂരത്തു നിന്ന് കടന്നു വന്നവരുണ്ട്. You send them away like this. അവരെ അങ്ങനെ തന്നെ പറഞ്ഞയച്ചാൽ on the way they will faint. വഴിയിൽ വെച്ച് അവർ തളർന്നു പോകും. This is the real Jesus we all must be like. നമ്മൾ അംഗീകരിക്കേണ്ട, നാം അറിയേണ്ടുന്ന യഥാർത്ഥ ക്രിസ്തു ഇതാ. He was not going by convenience, he was going by conviction. സാഹചര്യങ്ങൾ ഒത്ത് നീങ്ങുന്ന ഒരു യേശു അല്ല, തന്റെ ഉള്ളിലുള്ള ഉറപ്പ്, ഒരു പ്രതീക്ഷ, അത് വെച്ച് നീങ്ങുന്ന യേശുവിനെ അവിടെ കാണുന്നത്. Let us give them something. അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. They will faint on the way. അല്ലെങ്കിൽ അവർ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവർ തളർന്നു പോകും. Be kind to one another as God has been kind to us. ദൈവം നമ്മോട് കരുണ കാണിച്ചതുപോലെ, ദയ കാണിച്ചതുപോലെ മറ്റുള്ളവരോടും ദയ കാണിക്കുവാൻ നമുക്ക് കഴിയണം. I am a great fan of Mother Teresa. മദർ തെരേസയെ ഞാൻ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. Anywhere, any book about Mother Teresa, any article about Mother Teresa, I will grab it and I will read it. എവിടെ മദർ തെരേസയെ പറ്റി എഴുതിയിരിക്കുന്നതോ മദർ തെരേസ എഴുതിയിരിക്കുന്ന ബുക്കുകളോ കണ്ടാൽ ഞാൻ വളരെ പെട്ടെന്ന് വാങ്ങിച്ച് വായിക്കും. Because India has understood Christianity better by Mother Teresa. ഞാൻ വിശ്വസിക്കുന്നു ഭാരതം ക്രിസ്തീയതയെ മനസ്സിലാക്കിയത് കൂടുതലും മദർ തെരേസയിലൂടെയാണ്. One communist chief minister who will not bow before a dead body, he bowed before the dead body of that frail woman, Mother Teresa. ഒരു ശവത്തിന് മുമ്പാകെയും തലകുനിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ ശോഷിച്ച മദർ തെരേസയുടെ ശവശരീരത്തിന് മുമ്പിൽ തലകുനിക്കുക. One spiritual man asked me a question. ഒരു ആത്മീയനായ മനുഷ്യൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു.
Brother Stanley, will Mother Teresa go to heaven? ബ്രദർ സ്റ്റാൻലി മദർ തെരേസ സ്വർഗത്തിൽ പോകുമോ? This is the greatest problem for that man. ആ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇതാ. Will Mother Teresa go to heaven? മദർ തെരേസ സ്വർഗത്തിൽ പോകുമോ? I waited for a minute. I wanted to give an answer. ഞാൻ ഒരു നിമിഷം നിന്നു, എനിക്കൊരു ഉത്തരം കൊടുക്കണമെന്നുണ്ടായിരുന്നു. So instead of giving him an answer, I gave him another question. ഞാൻ അദ്ദേഹത്തോട് ഒരു ഉത്തരം പറയുന്നതിന് പകരമായിട്ട് ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു. You know what I told him? ഞാൻ എന്താ ചോദിച്ചതെന്ന് അറിയാമോ? Will you go to heaven? നീ സ്വർഗത്തിൽ പോകുമോ? That's the main thing. അതാണ് പ്രധാനപ്പെട്ട കാര്യം. Don't ask whether Mother Teresa will go to heaven. മദർ തെരേസ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിക്കണ്ട. If any of you have that question, please get this question in your heart. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ കരുതി വെച്ചു. Will you go to heaven? നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ? If you happen to go to heaven, then you check it when you go there. നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ അവിടെ ചെന്ന് പരിശോധിച്ചാൽ മതി പുള്ളിക്കാരി അവിടെ ഉണ്ടോ. That is not a big problem for you today. ഇന്നെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് വലിയ പ്രശ്നമല്ല. And people asked her a question. ജനം ഒരു ചോദ്യം ചോദിക്കുക. You are taking people from the garbage of Calcutta. കൽക്കട്ടയുടെ ആ ഗാർബേജിൽ നിന്ന്, അഴുക്ക് ചാലികളിൽ നിന്ന് ജനത്തെ നിങ്ങൾ എടുക്കുന്നു. Some dying man you take to your bosom, give him a decent last days and bury him. മരിക്കുവാൻ പോകുന്ന ഒരു വ്യക്തിയെ അഴുക്ക് ചാലിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ മടിയിൽ കിടത്തി മരിക്കുവാൻ, സമാധാനത്തോടെ മരിക്കുവാൻ അവനെ സഹായിക്കുന്നു. Can you do like this for the whole world? ഈ ലോകത്തെ മുഴുവൻ ചെന്ന് ഇങ്ങനെ ചെയ്യാനായിട്ട് നിനക്ക് കഴിയുമോ? Oh, that woman gave a great answer. ഒരു വളരെ നല്ല ഒരു ഉത്തരം മദർ തെരേസ നൽകി. Help one person at a time. ഒരു സമയത്ത് ഒരു വ്യക്തിയെങ്കിലും സഹായിക്കുക. And that's all. അത്രേ ഉള്ളൂ. Help one person at a time. ഒരു സമയത്ത് ഒരു വ്യക്തിയെ സഹായിക്കുക. Don't immediately think about big orphanages. വലിയ അനാഥശാലകളെ കുറിച്ച് നീ ചിന്തിക്കണ്ട. You know, today everybody talks about orphanages. The problem is no orphans. ഇന്ന് എല്ലാവരും സംസാരിക്കുന്നത് അനാഥശാലകളെ കുറിച്ചാ, പക്ഷെ അനാഥ പിള്ളേർ അധികം ഇല്ല. We have more orphanages than orphans in India. Do you know that? ഇന്ത്യയിലെ അനാഥ പിള്ളേരുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അനാഥശാലകളാ. Pentecostal orphanages are more in number, but there are no orphans. പെന്തക്കോസുകാരുടെ ഓർഫനേജസിന്റെ എണ്ണവും വളരെ കൂടി. പെന്തക്കോസുകാരുടെ ഇടയിലുള്ള അനാഥരെക്കാൾ കൂടുതൽ അനാഥശാലകളാണ്. We have got more Bible schools, but no students. ബൈബിൾ സ്കൂളുകളുടെ എണ്ണം വളരെ പെരുകി, പക്ഷേ വിദ്യാർത്ഥികളില്ല. Orphanage and Bible school explosion because of American dollar and German Dutch mark. I tell you, it has killed Indian Christianity. അമേരിക്കൻ ഡോളറും മറ്റ് പുറത്തു നിന്നുള്ള വരുമാനവും കൊണ്ട് ഓർഫനേജുകളും ബൈബിൾ സ്കൂളുകളും അത് ക്രിസ്തീയതയെ, ഭക്തിമാർഗത്തെ അത് നശിപ്പിക്കുക. Many pastors have lost their message because of dollar and Dutch mark. ഈ ലോകത്തിലെ പല ശുശ്രൂഷകന്മാർക്കും അവരുടെ സന്ദേശം നഷ്ടപ്പെട്ടു പോയി. കാരണമായി തീർന്നത് ഡോളറുകളാണ്. So I am not asking you to talk about orphanages. ഞാൻ അതുകൊണ്ട് അനാഥശാലകളെ കുറിച്ച് സംസാരിക്കുന്നില്ല. Who is your neighbor? നിന്റെ അയൽവക്കക്കാരൻ ആരാണ്? Who is someone who is known to you suffering near you? നിന്റെ അടുത്ത് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിനക്ക് അറിവുണ്ട്, അവനാണ്. You help that person. ആ വ്യക്തിയെ സഹായിക്കുക. Be a good Samaritan for that person. അവന് വേണ്ടി ഒരു നല്ല ശമരിയാക്കാരനായി നീ വർത്തിക്കുക. Be kind to that person. അവനോട് നീ ദയ കാണിക്കുക. Remember the poor. ആ ദരിദ്രനെ നീ ഓർക്കുക. Remember the poor. ദരിദ്രനെ നീ ഓർക്കുക. One of the past chief ministers of Tamil Nadu was Mr. Annadurai. അണ്ണാദുരൈ എന്ന് പേരോടുകൂടിയ തമിഴ്നാട്ടിലെ മരിച്ചുപോയ ചീഫ് മിനിസ്റ്റർ ഉണ്ട്. I used to listen to him several times. വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. I used to like his language, so I used to listen to him. അദ്ദേഹത്തിന്റെ ഭാഷ എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരുന്നത്. You know what he used to say? എന്തായിരുന്നു അദ്ദേഹം പറയാറുള്ളതെന്ന് അറിയാമോ? You can see God in the smile of the poor. ദരിദ്രന്റെ പുഞ്ചിരിയിൽ നിനക്ക് ദൈവത്തെ കാണുവാനായിട്ട് I കഴിയും. like that statement. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് വളരെ ഇഷ്ടമാണ്. It is not Annadurai's original statement. അത് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് അല്ല. It is borrowed from book of Proverbs. അത് സദൃശ്യവാക്യത്തിൽ നിന്ന് അദ്ദേഹം കടമെടുത്ത. What does the Bible say? ബൈബിൾ പറയുന്നത് എന്താണ്? He who is kind to the poor, he is lends to the Lord. ഈ ലോകത്തിലെ ദരിദ്രനോട് കരുണ കാണിക്കുന്നവൻ അവനാണ് ദൈവവുമായിട്ട് അടുത്തവൻ. God will give back to him whatever he has given. അവൻ നൽകിക്കൊടുത്തത്, അവൻ കൊടുത്തതൊക്കെയും ദൈവം തിരികെ നൽകുമെന്ന് ദൈവം പറയുന്നു. So remember the poor people and be kind to those who are in need. അതുകൊണ്ട് ദരിദ്രനോട് നാം ദയ കാണിക്കണം, അവരെ ഓർക്കണം, അവരോട് ആർദ്രത കാണിക്കണം. Number 5. അഞ്ചാമത്തെ കാര്യം Goodness. പരോപകാരമാണ്. Goodness. That is, be a good-natured man. ഒരു പരോപകാരിയായിരിക്കുക.
You know, we have got many great preachers today. നമുക്ക് ധാരാളം നല്ല പ്രസംഗകർ ഇക്കാലത്തുണ്ട്. Powerful preachers today. വളരെ ശക്തിയുള്ള പ്രസംഗകര്. Gifted preachers today. നല്ല ഫലമുള്ള നല്ല വരപ്രാപ്തരായ പ്രസംഗകര്. But you know what the world is looking for? എന്നാൽ ലോകം നോക്കുന്നത് എന്തിനെന്നറിയാമോ? Some good people. നല്ല ആൾക്കാരെയാ. Some good man. നല്ല പുരുഷനെയാ. Some good woman. നല്ല സ്ത്രീയെയാ. It is not greatness but goodness that is wanted now. നിന്റെ മഹിമയല്ല, നീ പരോപകാരമുള്ള നല്ലവരാണോ എന്നാണുള്ളതാണ് വിഷയം. Please ask this question. ഈ ചോദ്യം നാം ചോദിക്കുക. Look here and there. മറ്റുള്ളവരിലേക്ക് നാം നോക്കേണ്ടുന്ന. Down your head and look into your heart. നമ്മുടെ തല കുനിച്ച് നമ്മുടെ ഹൃദയങ്ങളിലേക്കൊന്ന് നോക്കുക. Am I a good man? ഞാനൊരു നല്ല മനുഷ്യനാണോ? No, everybody ask that question. ആ ചോദ്യം നിങ്ങൾ എല്ലാവരും ചോദിക്കുക. Everyone please ask that question. നിങ്ങൾ എല്ലാവരും ആ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. Ask your heart. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് ആ ചോദ്യം ചോദിക്കുക. Now leave alone what others think about you. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്ന് അത് കള. If our hearts condemn us, we have confidence before God. We don't have confidence before God. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ നമുക്ക് ത്രാണിയില്ല. If our hearts don't condemn us, we have assurance before God. എന്നാൽ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവത്തിന്റെ മുൻപാകെ Ask that നിൽക്കാം. question to yourself. അതുകൊണ്ട് ആ ചോദ്യം നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം. Am I a good man? ഞാനൊരു നല്ല പുരുഷനാണോ? Am I a good woman? ഞാനൊരു നല്ല സ്ത്രീയാണോ? But Nathanael, Jesus said, behold a man in whom there is no guile. നഥനയേലിനെ കുറിച്ച് യേശുക്രിസ്തു പറയുന്നത് ഇവരെ പോലെ നല്ലവൻ ആരുമില്ല. What is our name? എന്താണ് നമ്മുടെ പേര്? Oh, we have all biblical names in Kerala. കേരളത്തിലുള്ള എല്ലാവർക്കും ബൈബിളിലുള്ള പേരുകളാണ് ഇടുന്നത്. Joseph, യോസഫ്, Jacob, യാക്കോബ്, Thomas. തോമസ്. All these names repeatedly. Jacob, Jacob, Thomas, Thomas. Abraham. മനുഷ്യർ കിട്ടുകൊണ്ടിരിക്കുക. Wonderful. വളരെ നല്ല കാര്യം. Ask me a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Are you a good man? ഒരു നല്ല മനുഷ്യനാണോ നീ? You know the answer. നിങ്ങൾക്കറിയാം ഉത്തരം Don't എന്താണ്. ask God to give you the answer. You know the answer. ദൈവത്തിന്റെ മുൻപാകെ കുമ്പിട്ടിരുന്നിട്ട് ഇതിനൊരു ഉത്തരം തരണമെന്ന് പറയണ്ട. നിനക്കറിയാം ഉത്തരം Maybe എന്താണെന്ന്. you are a pastor. നീ ഒരു പാസ്റ്റർ I ആയിരിക്കും. ask you a question. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. Are you a good pastor? നിങ്ങളൊരു നല്ല പാസ്റ്ററാണോ? Is there goodness in your heart? നിന്റെ ഹൃദയത്തിൽ ആ നന്മയുണ്ടോ? Can God say he is a good man? ദൈവത്തിന് നിന്നെ നോക്കിക്കൊണ്ട് പറയാൻ കഴിയുമോ ഇവനൊരു നല്ല മനുഷ്യനാണെന്ന്? There was a man called Barnabas. ബർന്നബാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. What does the Bible say? ബൈബിൾ എന്താണ് പറയുന്നത്? He was a good man. ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന്. He was not a great man. ഒരു വലിയ മനുഷ്യൻ എന്നല്ല പറയുന്നത്. Not a gifted man. ഒരു പരപ്രാപ്തനായ മനുഷ്യൻ എന്നല്ല പറയുന്നത്. He was a good man. ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നാ പറയുന്നത്. What was the result? എന്താണ് അതിന്റെ പരിണിത ഫലം? Many people were added to the Lord. ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് ധാരാളം ആളുകൾ അവൻ മൂലം കടന്നു വരികയാണ്. Barnabas was a good man. ബർന്നബാസ് ഒരു നല്ല മനുഷ്യനായിരുന്നു. And many people were added to the Lord. ധാരാളം പേര് യേശുവിനെ കണ്ടെത്തുവാൻ ദൈവസഭയോട് ചേരുവാനിടയായി. India wants to see good Christians. ഭാരതം നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്രിസ്ത്യാനികളെയാണ്. Once again, ഒരു പ്രാവശ്യം കൂടെ India wants to see good Christians. ഭാരതത്തിന് നല്ല ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നു. Only India can say Christians, they are good. Then India will be evangelized. നാം ഭാരതം സുവിശേഷീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളെ നോക്കിക്കൊണ്ട് മറ്റുള്ളവർ പറയണം ഇവർ നല്ലവരാണെന്ന് പറയണം. Somebody asked a question to Mahatma Gandhi. മഹാത്മാഗാന്ധിയോട് ഒരു ചോദ്യം ആരോ ചോദിച്ചു. Because Mahatma Gandhi was carrying a New Testament wherever he went. എവിടെല്ലാം പോയി അവിടെല്ലാം ഒരു പുതിയ നിയമം കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ചോദിച്ചത്. He was an admirer of Jesus' teaching, especially Sermon on the Mount. പ്രത്യേകിച്ച് ഗിരിപ്രഭാഷണം പുതിയ നിയമത്തിലെ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെല്ലാം അംഗീകരിക്കുകയും അതിന്റെ ഒരു ആരാധകരുമായിരുന്നു അദ്ദേഹം. Dr. Stanley Jones called Mahatma Gandhi as a Christian Hindu. ഒരു ക്രിസ്ത്യൻ ഹിന്ദു എന്ന പേരിലാണ് സ്റ്റാൻലി ജോൺസ് മഹാത്മാഗാന്ധിയെ വിളിച്ചിരുന്നത്. So he was almost near the kingdom of God. വളരെ ദൈവത്തിന്റെ രാജ്യവുമായിട്ട് വളരെ അടുത്തയാളാണ്. He was not far away, he was very close. ഒത്തിരി ദൂരത്തിലല്ല, അടുത്താണ്. So somebody asked him a question. അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. Dear Mr. Gandhi, ഗാന്ധി, why don't you consider becoming a Christian? എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയാകാത്തത്? Mahatma Gandhi instantly and immediately answered, വളരെ പെട്ടെന്ന് മഹാത്മാഗാന്ധി ഉത്തരം പറഞ്ഞു. I will become a Christian when I meet a Christian. ഞാനൊരു ക്രിസ്ത്യാനിയെ എന്ന് കാണുന്നോ അന്ന് ഞാൻ ക്രിസ്ത്യാനിയാകും. Maybe it is an exaggeration. ഒരുപക്ഷെ അത് ആ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്ന പൊടിപ്പൊന്നെങ്കിലും ചേർത്ത് പറയുന്നതായിരിക്കും. But I think this is a challenge that comes to us from the father of our nation. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവിൽ നിന്ന് നമുക്ക് വരുന്ന ഒരു വെല്ലുവിളിയാണ് ഈ വാചകം. India wants to see good men and good women in the churches. നല്ല പുരുഷന്മാരെയും നല്ല സ്ത്രീകളെയും സഭയിൽ കാണുവാൻ ഭാരതം ഉറ്റുനോക്കുകയാണ്. Good believers. നല്ല വിശ്വാസികളെ, good pastors, നല്ല ശുശ്രൂഷകന്മാരെ, good preachers, നല്ല പ്രസംഗകരെ, good leaders, നല്ല നായകന്മാരെ, good bishops. നല്ല ബിഷപ്പുമാരെ. That's what we need in our country. നമ്മുടെ രാജ്യത്തിന് ഇന്ന് ആവശ്യം അതാണ്. Sixthly, ആറാമതായി,
Be faithful in all your dealings. നമ്മുടെ കാര്യങ്ങളിലെല്ലാം നാം വിശ്വസ്തത പാലിക്കണം. You know, in the Galatians 5:20-23, it is written in some Bibles as faith. It is not faith, it is faithfulness. ചില പരിഭാഷകളിൽ അവിടെ വിശ്വാസം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നാൽ അത് വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. It is faithfulness. That is the right translation. ആ വിശ്വസ്തത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വിവർത്തനം. Faithfulness means dependability. നാം ആശ്രയിക്കത്തക്ക വ്യക്തികളായി തീരുക, അതാണ് Honesty, ആത്മാർത്ഥത, വിശ്വസ്തതയുള്ളവരാകുക, integrity, ആത്മാർത്ഥതയുള്ളവരാകുക, truthfulness. സത്യസന്ധരാകുക. You know what does the Bible say? എന്താണ് ബൈബിൾ പറയുന്നതെന്ന് അറിയാമോ? Jesus was faithful as a son in all his house to the Father. പിതാവിനോടുള്ള ബന്ധത്തിൽ ഒരു പുത്രൻ എന്നുള്ള നിലയിൽ എല്ലാ തലങ്ങളിലും ക്രിസ്തു വിശ്വസ്തനായിരുന്നു എന്ന്. He was faithful in speech. അവൻ തന്റെ വാക്കുകളിൽ വിശ്വസ്തനായിരുന്നു. He was faithful in whatever he spoke. താൻ എന്തെല്ലാം പറഞ്ഞുവോ അതിലൊക്കെ ക്രിസ്തു വിശ്വസ്തനായിരുന്നു. We must be faithful in our words. നമ്മുടെ വാക്കുകളിൽ നാം വിശ്വസ്തരായിരിക്കണം. Speak the truth and nothing but the truth. സത്യം 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 മാത്രം നാം സംസാരിക്കണം. If somebody tells a secret to you, ഒരു രഹസ്യം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ don't tell it to another person. മറ്റുള്ളവരോട് ചെന്ന് ഉടനെ അത് പറയരുത്. Even if another person tries to dig out from you, you keep your mouth shut. മറ്റുള്ളവർ നിന്നിൽ നിന്ന് അത് ലഭിക്കുവാൻ എന്തെല്ലാം പണികൾ നോക്കിയാലും നീ നിന്റെ വായടച്ചു തന്നെ ഇരിക്കണം. I know one Pastor Sundaram in Madras. മദ്രാസിലുള്ള പാസ്റ്റർ സുന്ദരം എന്നുള്ള ഒരു വ്യക്തിയെ എനിക്കറിയാം. A very senior pastor in Madras. വളരെ മുതിർന്ന ഒരു ശുശ്രൂഷകനാണ് അദ്ദേഹം. He came out of Ceylon Pentecostal Mission. സിലോൺ പെന്റെക്കോസ്റ്റൽ മിഷനിൽ നിന്ന് വന്ന വ്യക്തിയാണ്. And he started a church called Apostolic Christian Assembly in Veperi. ആ അപ്പോസ്തോലിക് ക്രിസ്ത്യൻ അസംബ്ലി എന്ന പേരിൽ ഒരു സഭ അദ്ദേഹം സ്ഥാപിച്ചു. Now he died and Pastor Sam Sundaram is leading that assembly. അദ്ദേഹം മരിച്ചു. ഇപ്പോൾ പാസ്റ്റർ സാം സുന്ദരമാണ് ആ കൂട്ടായ്മ കൊണ്ടുപോകുന്നത്. I was a student in Madras IIT from 68 to 70. I attended all the services of Pastor Sundaram. പാസ്റ്റർ സുന്ദരത്തിന്റെ സർവീസുകളിലെ 68 മുതൽ 70 വരെ ഞാൻ മദ്രാസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുവാൻ എനിക്കിടയായിട്ടുണ്ട്. He and I, we became very close friends. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി തീർന്നു. And one thing I like in that man, ആ മനുഷ്യനിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു കാര്യം, he will be sitting in his study room. അദ്ദേഹത്തിന്റെ പഠന റൂമിൽ അദ്ദേഹം ഇരിക്കുകയായിരിക്കും. Somebody will come to talk to him. ആരെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ വന്നാൽ If that person talks anything against another person, മറ്റുള്ള ഒരു വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം ഈ വ്യക്തി പറയാൻ തുടങ്ങിയാൽ, you know what will Pastor Sundaram do? പാസ്റ്റർ സുന്ദരം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? He will close his eyes തന്റെ കണ്ണടയ്ക്കും, and he will put on his head. തല ഇങ്ങനെ കുനിക്കും. That's all. അത്രേ ചെയ്യത്തുള്ളൂ. The man will keep on talking, but Pastor Sundaram will close his eyes. ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പാസ്റ്റർ സുന്ദരം കണ്ണടച്ച് തല കുനിച്ച് ഇങ്ങനെ ഇരിക്കും. He will switch off. ഓഫ് ചെയ്യും, തന്നെ പ്രവർത്തനരഹിതമാക്കും. So that backbiter will have nothing else. He won't be interested. He will also stop. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കാര്യം മനസ്സിലാകും, ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് മനസ്സിലാകും, അങ്ങ് നിർത്തും. If we had gone to Pastor Sundaram assembly, ആ പാസ്റ്റർ സുന്ദരത്തിന്റെ കൂട്ടായ്മയിലേക്ക് പോയാൽ there will be a big text on the dais. ആ സ്റ്റേജിന്റെ പുറകിലായിട്ട് വലിയൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. You know what it says? എന്താണ് പറയുന്നതെന്ന് അറിയാമോ? Speak evil of no man. ഒരു മനുഷ്യനെ കുറിച്ചും തിന്മ സംസാരിക്കരുത്. It is because of that God blessed that man's ministry. ആ മനുഷ്യന്റെ ശുശ്രൂഷയെ ദൈവം സഹായിച്ചതിന്റെ ഒറ്റ കാരണം ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. So many people tried to compete against him. അദ്ദേഹത്തോട് മത്സരിക്കുവാൻ അനേകം ആളുകൾ ശ്രമിച്ചു. So many people worked against Pastor Sundaram. ആ പാസ്റ്റർ സുന്ദരത്തിനെതിരായിട്ട് അനേകർ പ്രവർത്തിച്ചു. But he stood as a spiritual giant till the end. ഒരു ആത്മീക ജയന്റ് ആയിട്ട് അദ്ദേഹം അവസാനം വരെ നിന്നു. You know why? എന്തുകൊണ്ടെന്നറിയാമോ? He refused to speak evil of any man. ഒരു മനുഷ്യനെ കുറിച്ചും തിന്മ സംസാരിക്കുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. It is a challenge that comes to you, dear brothers and sisters. ഇന്ന് രാവിലെ കാലം പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ മുൻപാകെ വരുന്ന ഒരു വെല്ലുവിളി ഇതാണ്. Be faithful in your words. നിങ്ങൾ വിശ്വസ്തരായിരിക്കുമോ നിങ്ങളുടെ വാക്കുകളിൽ? In your finance, be a very faithful person. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാൻ നിങ്ങൾ കഴിയുമോ? Don't have any corruptive practices. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റായ തലങ്ങളിലേക്ക് നിങ്ങൾ നീങ്ങരുത്. In your work spot, be an honest person. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആത്മാർത്ഥതയുള്ള സത്യസന്ധരായിരിക്കുവാൻ കഴിയുമോ? Be a hard worker. ഒരു നല്ല പോലെ ഒരു കഠിനാധ്വാനിയായുവാൻ കഴിയുമോ? When you go to the day when you will stand before the God of heaven and earth, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തിന്റെ മുൻപാകെ ഒരു ദിവസം നിങ്ങൾ നിൽക്കുമ്പോൾ you know what he will say? എന്താണ് അവൻ പറയുന്നതെന്ന് അറിയാമോ? Hey, well done, വളരെ നല്ലത് നീ ചെയ്തു, you faithful servant. വിശ്വസ്തനായ ദാസനെ. It's not for full timers. മുഴുസമയ പ്രവർത്തകർക്ക് വേണ്ടിയുള്ളതല്ല. 2 men were working in the field. 2 പേര് വയലിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നു, One got out. ഒന്ന് പോയി. 2 women were grinding in
in the kitchen. രണ്ട് സ്ത്രീകൾ അടുക്കളയിൽ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുക. One went up. ഒന്നെടുക്കപ്പെട്ടു. You don't need to be a full timer to be a faithful servant of God. നിങ്ങൾ മുഴുസമയ ആളായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ദൈവത്തിന്റെ ദാസനും ദാസിയുമാകാൻ. You may be plowing in the field. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുകയായിരിക്കും. You may be preparing appam in Kerala kitchen. നിങ്ങൾ കേരളത്തിലുള്ള നിങ്ങളുടെ അടുക്കളയിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. But if you are faithful, നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ my Bible says, എന്റെ ബൈബിൾ പറയുന്നത് welcome. നല്ല കാര്യം. Welcome. നീ കേറി വാ. You are a faithful servant. നീ വിശ്വസ്തനായ ദാസനാണ്. Great servant. നീ വലിയ ദാസനല്ല, Powerful servant. ശക്തനായ ദാസനല്ല, Faithful servant. പക്ഷേ വിശ്വസ്തനായ ദാസനാണ് നീ. Seventhly, ഏഴാമതായി be gentle to all people. മറ്റുള്ളവരോട് സൗമ്യതയോടുകൂടി പെരുമാറണം. Gentleness. സൗമ്യതയുള്ളതായി. Be gentle with one another. മറ്റുള്ളവരോട് സൗമ്യതയോടെ പെരുമാറണം. You know what did Jesus say? എന്താണ് യേശു പറഞ്ഞതെന്ന് അറിയാമോ? All who labor and are heavy laden, you come unto me. നിങ്ങൾ ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരും എന്റെ അടുത്തേക്ക് വരിക. Why should you come to me? നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്തേക്ക് വരണം? I am meek and gentle in heart. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. You know, people will run to a person who is very gentle. വളരെ സൗമ്യതയുള്ളവരുടെ അടുത്തേക്ക് ആളുകൾ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. Don't be like a lion or a tiger. ഒരിക്കലും ഒരു കടുവയെ പോലെയോ സിംഹത്തെ പോലെയോ ആകരുത്. Be like a lamb. ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആകണം. It is only on the lamb the dove will come and alight. ഈ ആട്ടിൻകുട്ടിയുടെ മേലിൽ മാത്രമേ പ്രാവ് ഇറങ്ങി വന്ന് വസിക്കത്തുള്ളൂ. Some of us are like lions and tigers. We keep on praying, Lord, holy dove, heavenly dove. Dove will not come and sit on lion and tigers. നമ്മള് കടുവയെ പോലെ സിംഹത്തെ പോലാണ് നമ്മുടെ സ്വഭാവം. പക്ഷേ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ആ പ്രാവ് വന്ന് എന്നിൽ വസിക്കണമേ എന്ന്. സിംഹത്തിന്റെ മേലും കടുവയുടെ മേലും പ്രാവ് ഇറങ്ങി വരത്തില്ല. Lamb is the gentlest of animals. സൗമ്യതയുള്ള ഒരു മൃഗമാണ് ആടെന്ന് പറയുന്നത്. Dove is the gentlest of birds. ആ പക്ഷികളിൽ വെച്ച് സൗമ്യതയുള്ള ഒന്നാണ് പ്രാവ്. So the gentlest of birds descends upon the gentlest of animals. What a beautiful picture. സൗമ്യതയുള്ള ആ പ്രാവ് പക്ഷികളിലൊന്ന് സൗമ്യതയുള്ള മൃഗത്തിലേക്ക് വന്നു വസിക്കുക. Come and learn of me, said Jesus. വന്ന് എന്നോട് പഠിക്കുക. What should you learn of me? എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടുന്നത്? I am very gentle. ഞാൻ വളരെ സൗമ്യതയുള്ളവനാണ്. We are living in a world of tension. നമുക്ക് ഒത്തിരി ടെൻഷൻ ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. If both husband and wife are working, there is only tension from morning 6 o'clock to night 10 o'clock. ഭാര്യയും ഭർത്താവും ജോലിയുള്ളവരാണെങ്കിൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 10 മണി വരെ ടെൻഷൻ ആയിരിക്കും. ടെൻഷൻ മാത്രമേ ഉള്ളൂ. So we lose all the gentleness and softness and meekness. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള സൗമ്യതയും താഴ്മയും ഒക്കെ നഷ്ടമാകുന്നത്. But if we are gentle, എന്നാൽ നാം സൗമ്യതയുള്ളവരാണെങ്കിൽ, in spite of all the storm that is around, നമ്മൾക്ക് ചുറ്റുമുള്ള കൊടുങ്കാറ്റുകളിലെല്ലാം വിഭിന്നമായി People will come to us. ജനം നമ്മിലേക്ക് കടന്നു For വരും. what? എന്തിന്? To unloading their burden upon us. അവരുടെ ഭാരം നമ്മുടെ മേലൊന്ന് ഇറക്കി വെക്കുവാൻ. The world is filled with burdens. നിങ്ങൾക്കറിയാമോ ഈ ലോകം ഭാരം കൊണ്ട് നിറഞ്ഞിരിക്കുക. happening? എന്താണ് സംഭവിക്കുന്നത്? That is what India is. ഇന്ത്യ എന്ന് ഭാരതം എന്ന് പറയുന്നത് അതാണ്. People are carrying burdens on their life. അവരുടെ ഭാരം അവർ വഹിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. Everywhere people are bearing the curse. എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ആ ശാപവും ആ ഭാരവും വഹിച്ചുകൊണ്ട് ജനം പോവുക. It is a challenge that comes to us. നമ്മിലേക്ക് വരുന്ന ഒരു വെല്ലുവിളിയാണ് പ്രിയ ദൈവമക്കളെ ഇത്. If God, people can find gentleness in you, they will come to you. നിങ്ങളിൽ സൗമ്യത ജനം കണ്ടാൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ഭാരവുമായി ജനം വരും. Serve people with a spirit of servanthood. അങ്ങനെ താഴ്മയുള്ള ഒരു ദാസ മനോഭാവത്തോടു കൂടി ജനത്തെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനും നാം ഇറങ്ങണം. When somebody opens the problems to you, നിങ്ങളോട് ഒരുവൻ വന്ന് അവരുടെ പ്രശ്നം പറയുമ്പോൾ don't give the answer before the problem is fully explained. ആ പ്രശ്നം മുഴുവൻ പറയുന്നതിന് മുമ്പ് ഉത്തരം നൽകി കളയരുത്. Don't be fast. വളരെ പെടുന്നവേ പറയരുത്. Listen. നിങ്ങൾ ശ്രദ്ധിക്കുക. You know, by telling their problems itself, they are getting relief. അവര് പറഞ്ഞത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് ആശ്വാസമാണ്. Keep on giving a listening ear. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു ചെവി അവർക്ക് നൽകുകയാണ്. You should know, I am very burdened today. അവർ ചിന്തിക്കുകയാണ്, എനിക്ക് വളരെ പ്രയാസമുണ്ട്, ഭാരം എന്റെ ഹൃദയത്തിലുണ്ട്. I am going to brother Ebi Peter today. ഞാൻ ഇന്ന് എബിയുടെ അടുത്തേക്ക് പോവുകയാണ്. If I talk to him for half an hour, ഞാൻ അവന്റെ അടുത്ത് പോയി അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ I feel very unloaded and light in my heart. എന്റെ ഹൃദയത്തിൽ വളരെയധികം ആ ഭാരം മാറുവാനായിട്ട് ഇടയായി That തീരും. is how every one of us must be. നാം എല്ലാവരും ആയിരിക്കേണ്ടത് Come അങ്ങനെയാണ്. to me, I am meek and gentle in my heart. എന്റെ അടുത്തേക്ക് വരിക, ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാണ്. Eighthly and lastly, എട്ടാമത്തെയും അവസാനത്തെയും കാര്യം, exercise self-control for the good of other people. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മെ തന്നെ നിയന്ത്രിക്കുവാൻ ഇന്ദ്രിയ ജയമുള്ളവരായിരിക്കുവാൻ ഇടയാകണം. Self-control. നമ്മുടെ സ്വയത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. It's going to really keep us up and up in Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഓരോ തലത്തിൽ അത് ഉയർത്തുവാനായിട്ടിടയായി തീരും.
We have two swords. നമുക്ക് രണ്ട് വാളുണ്ട്. Is it enough? അത് മതിയോ? Okay, two swords are enough. You take them. രണ്ട് വാള് മതിയാകും, അതെടുത്തോ. Peter had two swords. പത്രോസിന് രണ്ട് വാളുണ്ടായിരുന്നു. There came the servant, there came the soldiers, and there came the executors. ആ പടയാളികള് യേശുവിനെ പിടിക്കുവാനായിട്ട് അവർ കടന്നു വരികയാണ്. He immediately drew the sword from the sheath. താൻ കരുതി വെച്ചിരിക്കുന്ന വാള് ഉറയിൽ നിന്ന് താൻ ഊരിയെടുക്കുക. What did he do? അവൻ എന്താണ് ചെയ്തത്? Cut somebody's ear. ഒരുവന്റെ ചെവി അങ്ങ് അറുത്ത് കളഞ്ഞു. Very poor aim, Peter. ഒത്തിരി നല്ല ലക്ഷ്യമല്ല, ഉന്നമില്ലാത്ത പത്രോസ. Why did you cut somebody's ear blade? എന്തിനാണ് നീ അവന്റെ ചെവി വെട്ടിക്കളഞ്ഞത്? You wanted to hit at the head, but you hit only at the ear. നിനക്ക് തലയിൽ അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെവിയിൽ അടി കൊണ്ട്. He would have thought, അവനൊരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കും, what is the use of sword if you don't use the sword? അവൻ ഇങ്ങനെ ചിന്തിക്കും, ഈ വാള് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ വാള്? But you know what Jesus said? പക്ഷെ യേശു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? Put the sword back into his sheath. നിന്റെ വാള് ഉറയിലേക്ക് മടക്കിയിടുക. Christian brothers and sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, keep the sword but don't use the sword. നിങ്ങൾ വാള് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക, പക്ഷെ അത് ഉപയോഗിക്കരുത്. Do you listen? നിങ്ങൾ അത് ശ്രദ്ധിച്ചോ? Do you understand? നിങ്ങൾക്ക് മനസ്സിലായോ? Keep the sword നിങ്ങൾ വാള് സൂക്ഷിക്കണം, but don't use the sword. പക്ഷെ വാൾ ഉപയോഗിക്കരുത്. What is that sword? എന്താണ് ആ വാള്? The secret of another person is with you. നിങ്ങൾക്കറിയാം മറ്റുള്ള ഒരാളുടെ രഹസ്യം. The secret of another person is with you. മറ്റൊരാളുടെ രഹസ്യം നിങ്ങൾക്കറിയാം. It is inside the sheath. അത് ഉറയിലാണ്. Don't take it out. അതിനെ പുറത്തേക്ക് എടുക്കരുത്. Keep it. അതവിടെ ഇരിക്കട്ടെ. That's Christian maturity. അതാണ് ക്രിസ്തീയ പൂർണ്ണത എന്ന് പറയുന്നത്. Having the sword but not using the sword, that is Christian maturity. വാളുണ്ട്, അത് സൂക്ഷിച്ചു വെക്കുക, പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. അതാണ് ക്രിസ്തീയ പൂർണ്ണ വളർച്ച എന്ന് പറയുന്നത്. You know why? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? Those who take the sword shall perish by the sword. ആ വാളെടുക്കുന്നവൻ ആ വാള് കൊണ്ട് തന്നെ നശിക്കും. Don't speak in anger. ആ കോപത്തോടെ നീ സംസാരിക്കരുത്. Somebody speak to you in anger, മറ്റുള്ളവർ നിന്നോട് കോപത്തോടെ സംസാരിച്ചാൽ bite your tongue. നിന്റെ നാക്കിനെ നീ കെട്ടിയിടണം. Cool down. നീ ശാന്തരാകണം. Wait. നീ ആകാംക്ഷയോടെ കാത്തിരിക്കണം. You cannot control your tongue, your religion is vain. നിന്റെ നാവിനെ നിനക്ക് അടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഭക്തി അത് പോയി. When you come to the end of Galatians 5:20-23, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 അവസാനത്തേക്ക് വരുമ്പോൾ, after self control it says, ഇന്ദ്രജയത്തിന് ശേഷം ഇപ്രകാരം പറയുന്നു, against such there is no law. ഈ വകയ്ക്ക് വിപരീതമായി ന്യായപ്രമാണമൊന്നുമില്ല. What does it mean? എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? This is the mark of perfection. ഇതാണ് പരിപൂർണതയുടെ അടയാളം. Against such there is no law. ഇതുമായി ബന്ധപ്പെടുത്തുമ്പോൾ എതിരായിട്ട് ന്യായപ്രമാണം ഇനി ഒന്നുമില്ല. I would like to take a wheel before you. നിങ്ങളുടെ മുൻപാകെ ഒരു വീല് ഞാൻ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുക. Each wheel has got many spokes. ഓരോ വീലിനും നമ്മുടെ സൈക്കിളിനും മറ്റു വാഹനങ്ങൾക്കുമുള്ള പോലെ കമ്പികളുണ്ട് വീലുകൾക്കിടയിൽ. Here is a wheel. ഇവിടെ ഒരു വീലാണ്. And the 8 spokes are there. 8 കമ്പികൾ അവിടെ ഇങ്ങനെ നെടുകയും കുറുകയും ശേഷിക്കുന്നു. That's what we meditated now. ആ 8 കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത്. And at the center you got an axle. അതിന്റെ നടുക്ക് ഇതിനെല്ലാം യോജിപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകമുണ്ട്. And that is love. അതാണ് സ്നേഹം. So there is a love which is the axle. ആ ആക്സലായിട്ട് അത് ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒന്നായി സ്നേഹമോട് വർത്തിക്കുമ്പോൾ, And there is a wheel with 8 spokes which we just now explained. അവിടെ ഒരു വീല് 8 കമ്പികളോട് കൂടിയ ഈ വീല് നാം കണ്ടു. And when it rolls there is a lubricant that is necessary, that is the Holy Spirit. അതിങ്ങനെ ഉരുളുമ്പോൾ ഒരു ലൂബ്രിക്കന്റ് എണ്ണ മയം അത് ആവശ്യമാണ്. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. This is how you can go to heights. Be a blessing to people. ഇതുമൂലമാണ് നാം ഇങ്ങനെ ഉരുണ്ട് ഉയരങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി പോകുവാനായി കഴിയുന്നത്. And perfect love will cast out all fear. ആ സ്നേഹം, തികഞ്ഞ സ്നേഹം ഭയത്തെ മുഴുവൻ പുറത്താക്കുവാനായിട്ടിടയാകും. I want to lead all of you into a prayer of commitment. ഇങ്ങനെ നിങ്ങൾ സമർപ്പണത്തിന്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. I do not want you to just respond just because you have to respond. നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. If you feel in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ,
I want to improve my relationship with other people. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം അത് കുറച്ചുകൂടി ദൃഢമാക്കണം, നേരെയാക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ടെങ്കിൽ, I want to become a more joyful person. ഒരു കൂടുതൽ സന്തോഷമുള്ള ആഹ്ലാദമുള്ള വ്യക്തിയായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, I have been breaking peace, now I want to make peace. ഞാൻ ഇതുവരെയും സമാധാനം തകർത്തുകൊണ്ടിരുന്നു, പക്ഷേ ഇനി മുതൽ സമാധാനം ഉണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to be patient with people as God has been with me. ദൈവം എന്നോട് കരുണ കാണിച്ചതുപോലെ, ദയ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് ദയ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, I don't want to be rude with people but kind with them. മറ്റുള്ളവരോട് ആർദ്രതയും കരുണയും കാണിക്കണമെന്നുണ്ട്, ഇനി മുതൽ അവരോട് ദേഷ്യത്തോടെ ക്രോധത്തോടെ ഇടപെടുകില്ല എന്നുണ്ടെങ്കിൽ, I want to be a good man, I want to be a good woman. ഒരു നല്ല പുരുഷനായി ഒരു നല്ല സ്ത്രീയായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, Faithful in all my dealings. എന്റെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, I want to be a gentle man and a gentle woman. ഒരു സൗമ്യതയുള്ള പുരുഷനായി ഒരു സൗമ്യതയുള്ള സ്ത്രീയായി തീരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, In all my dealings with others, I want to exercise self-control. എന്റെ എല്ലാ തലങ്ങളിലും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലെല്ലാം ഇന്ദ്രിയ ജയം, സ്വയത്തെ കൺട്രോൾ ചെയ്യുവാൻ, നിയന്ത്രിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എങ്കിൽ, In this new year, ഈ പുതുവർഷത്തിൽ I want to become more and more like Jesus. യേശുവിനെ പോലെ കൂടുതലാകുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന തീരുമാനം I നിങ്ങൾ want to എടുത്താൽ, love like Jesus. യേശു ക്രിസ്തുവിനെ പോലെയുള്ള സ്നേഹം എനിക്ക് വേണമെന്നുള്ള തീരുമാനം, You all close your eyes in prayer. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. Everybody close your eyes in prayer. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. If you want to take a decision that you want to improve your relationship with one another, നിങ്ങൾക്ക് അന്യോന്യമുള്ള ബന്ധം, അതിന്റെ ദൃഢത വർദ്ധിപ്പിക്കണം, അത് കുറച്ചുകൂടി നല്ല നിലയിലാകണമെന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുന്നു എങ്കിൽ, you know that decision is a very important decision in your life. ഈ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള തീരുമാനമാണ്. God first of all gives a desire, ദൈവം ആദ്യമായിട്ട് തരുന്നത് ഒരു ആഗ്രഹമാണ്. and then when we respond to the desire, നാം ആ ആഗ്രഹത്തോട് പ്രതികരിക്കുമ്പോൾ He gives us strength to fulfill that desire. ആഗ്രഹം പൂർത്തീകരിക്കുവാൻ ഒരു ശക്തി ദൈവം നൽകുവാനായിട്ടിടയാകും. I'm going to pray for those even where you are, if you desire to become more and more like Jesus in loving one another. അന്യോന്യം സ്നേഹിക്കുന്നതിൽ യേശുവിനെ പോലെ ആകണമെന്നുള്ള ആഗ്രഹവും ആ തീരുമാനവും നിങ്ങൾ ഇന്ന് പകൽക്കാലം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So when every eye is closed and every head is bowed down, എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ, എല്ലാ തലകളും ശിരസുകളും കുനിഞ്ഞിരിക്കുമ്പോൾ, not looking here and there, you please stand up boldly in the presence of God. I want to become more and more like Jesus. അന്യോന്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ പോലെ കൂടുതലായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുന്നവർ വളരെ വേഗത്തിൽ നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. Stand up, stand up. Don't look here and there. മറ്റുള്ളവരത്തേക്ക് നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾ തന്നെ എഴുന്നേറ്റ് നിന്നാൽ മതിയാകും. This decision is a very important decision. കാരണം ഈ തീരുമാനം വളരെ പ്രാധാന്യമുള്ള ഒരു God തീരുമാനമാണ്. will honor this decision. ദൈവം നിങ്ങളുടെ തീരുമാനത്തെ മാനിക്കുക തന്നെ ചെയ്യും. God will honor this decision. ഈ ദൈവം നിങ്ങളുടെ തീരുമാനത്തെ മാനിക്കുവാനായിട്ടിടയായി തീരും. This is what is going to really make you strive for excellence in the area of loving one another. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന്റെ ആ നന്മയിൽ വർദ്ധിച്ചു വരുവാനായിട്ട്, നിങ്ങളുടെ ഹൃദയം ഉറപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു തീരുമാനവും സമർപ്പണവുമായി തീരുവാനായിട്ടിടയായി You തീരും. are not standing here to impress any man or any woman. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും സ്വാധീനിക്കുവാനോ നല്ലതായി കാണിക്കുവാനോ അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. You have not stood here to receive a blessing from God. ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം പ്രാപിക്കുവാനും അല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. You are standing here because you desire to become more and more like Jesus. യേശു ക്രിസ്തുവിനെ പോലെ ആകണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്. God has spoken to us. ദൈവം നിങ്ങളോട് The സംസാരിക്കുവാനായിട്ടിടയായി. Holy Spirit has ministered to us. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടിടയായി. Almost the entire congregation is standing in the presence of God. ഇവിടെ ഉണ്ടായിരുന്ന സഹോദരി സഹോദരന്മാർ മിക്കവരും ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. This is God, the Holy Spirit at work. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തന്നെയാണ്. God has planted a desire, dear brother and dear sister, at the beginning of this year in your heart that you will love like Jesus. യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുമെന്നുള്ള ആ നല്ല വചനം, നല്ല തീരുമാനം ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ അഴുത്തി എഴുതിയിരിക്കുകയാണ്. God who grants desire, it is God who enables you to fulfill that desire. ദൈവമാണ് ഈ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നതെങ്കിൽ ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം വിശ്വസ്തനാണ്. Oh God, make me a joyful person. കർത്താവേ, എന്നെ സന്തോഷമുള്ള ഒരു വ്യക്തിയാക്കി തീർക്കണമേ. Make me a peacemaker where I am. ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമേ. Make me, Lord, to be patient with one another. മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ, ക്ഷമിക്കുവാനുള്ള ഒരു കരുത്ത് എനിക്ക് തരണമേ. Lord, to be kind to one another. മറ്റുള്ളവരോട് ആർദ്രതയും ദയയും കാണിക്കുവാൻ എന്നെ ഇടയാക്കണമേ. Lord, to be a good man and a good woman. ഒരു നല്ല പുരുഷനാക്കി നല്ല സ്ത്രീയാക്കി എന്നെ തീർക്കണമേ. Help me, Lord, to be
faithful in all my dealings. എന്റെ ഇടപാടുകളിലെല്ലാം വിശ്വസ്തനായിരിക്കുവാൻ എന്നെ സഹായിക്കണം. Heavenly Father, I come before you for these hundreds of people who have stood here responding to the call to become more and more like Jesus in love. കരുണയുള്ള പിതാവേ, ഇന്ന് പകൽക്കാലം നൂറുകണക്കിന് ആളുകൾ നിന്റെ മുൻപാകെ തീരുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങയെ പോലെയാകുവാനുള്ള ആഗ്രഹത്തോടെ അവരുമായിട്ട് നിന്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. In the name of the Lord Jesus Christ, I come to you, dear Father, with the power of the Spirit, that you will implant these fruits in their life, so that wherever they are, they all begin to blossom and fruit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ പിതാവേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ ജനം എവിടെയായിരിക്കുന്നുവോ അവിടെയെല്ലാം അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം അവർ രുചിച്ചറിയുവാനും അത് പ്രകടമാക്കുവാനും അതുമൂലം അനേകർ അവരാൽ ആകർഷിക്കപ്പെടുവാനും ഇടയാക്കണമേ. Let men see their good works and glorify the Father in heaven. അവരിലുള്ള നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ജനം മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. People know that they are your disciples indeed. കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാരാണ് അവരെന്ന് ജനം അറിയുവാൻ അവരുടെ പ്രവൃത്തി മൂലം ഇടയാക്കണമേ. Use them, Lord, for your glory. അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായിട്ട് അവരെ ഉപയോഗിക്കണമേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. Please be seated. നിങ്ങൾക്ക് ഇരിക്കാം. I tell you, God has worked in our hearts very personally and practically this morning. ഇന്ന് രാവിലെ കാലം വളരെ വ്യക്തിപരമായി പ്രായോഗികമായി ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചു. Whatever has been talked to you this morning, you continue to remeditate them and apply them in your actual life situation. നിങ്ങൾ ഇന്ന് പകൽക്കാലം കേട്ടത് മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വീണ്ടും അയവിറക്കിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ അത് കൊണ്ടുവരണം. If you fail, don't give up. Try again. നിങ്ങൾ അത് വീണ്ടും പരാജയപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും തഴയരുത്. വീണ്ടും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. Righteous person may fall 7 times, but each time he will rise up. ഒരു നീതിമാൻ ഒരുപക്ഷേ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. Never give up. ഒരിക്കലും അത് ഉപേക്ഷിച്ച് കളയരുത്. Keep striving എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. Until you become like Jesus. യേശുക്രിസ്തുവിനെ പോലെയാകുന്നതുവരെ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.